നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഗാനത്തിനെതിരെ കേസെടുത്തേക്കും. തിരുവാഭരണ പാത സംരക്ഷണ സമിതി നൽകിയ പരാതിയിലാണ് കേസെടുക്കാൻ ആലോചിക്കുന്നത്. അതിനിടെ ഈ ഗാനത്തിന്റെ ഉള്ളടക്കം തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി CPIM പരാതി നൽകിയിട്ടുണ്ട്. ഈ ഗാനത്തെ പ്രതിരോധിച്ച് UDF രംഗത്തെത്തിയിട്ടുമുണ്ട്. ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുന്നു. ഒരു പാരഡി ഗാനത്തെയും പേടിയാണോ? ഗാനം എഴുതിയ GP കുഞ്ഞബ്ദുള്ളയെ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം മിഡിൽ ഈസ്റ്റിലാണ്. CPIMൽ നിന്ന് VK സനോജ്, ഹിന്ദു ഐക്യവേദിയിൽ നിന്ന് RV ബാബു, മുസ്ലിം ലീഗിൽ നിന്ന് ഷാഫി ചാലിയം, ഒപ്പം അഡ്വക്കേറ്റ് MR അഭിലാഷ് അഭിഭാഷകൻ എന്ന നിലയിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ സനോജ്, ഇന്ന് കണ്ട ഒരു ട്രോൾ, ഈ പാട്ട് ഭക്തരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നു. ഏത് ഭക്തരുടെ? പിണറായി ഭക്തരുടെ എന്നാണ്. അതന്നെയല്ലേ സംഭവം? അഭിലാഷേ, ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വികസനം സംബന്ധിച്ചോ രാഷ്ട്രീയ കാര്യങ്ങൾ സംബന്ധിച്ചോ ജനങ്ങൾക്കിടയിൽ പറയാൻ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോഴാണ് അവർ മതത്തെയും വിശ്വാസത്തെയെല്ലാം കൂട്ടുപിടിച്ച് ചില പാരഡി ഗാനങ്ങളൊക്കെ ഇറക്കി കളം പിടിക്കാൻ വേണ്ടി ശ്രമിച്ചത്. പോറ്റിയെ കയറ്റിയത് ആരാണെന്ന ചോദ്യം, പോറ്റിയെ കയറ്റിയത് ആരാണെന്ന് ഇതിനകം തന്നെ വ്യക്തമായിട്ടുണ്ടല്ലോ. പോറ്റി എപ്പോഴാണ് ശബരിമലയിൽ കയറിയത്? 2012-ലാണ്. 2012-ൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. 2012-ൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് നിയോഗിച്ച പ്രയാർ ഗോപാലകൃഷ്ണൻ കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹമാണെന്ന് ആ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്. പോറ്റി സ്വർണ്ണമൊക്കെ അഴിച്ചുകൊണ്ട് പോയത് 2019-ലാണല്ലോ. പോറ്റിയെ കയറ്റിയത് ആരാണ് എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഒരു പാട്ട്, പല പാട്ടുകൾ, പല ആക്ഷേപഹാസ്യ ഗാനങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ഉണ്ടാവാറുണ്ട്. കേരളത്തിൽ എന്തോരം രാഷ്ട്രീയ ആക്ഷേപഹാസ്യം ഉണ്ടായിട്ടുണ്ട്. കാർട്ടൂണുകളുടെ രൂപത്തിൽ, കാരിക്കേച്ചറുകളുടെ രൂപത്തിൽ, പാട്ടുകളുടെ രൂപത്തിൽ, കഥകളുടെ രൂപത്തിൽ, സ്കിറ്റുകളുടെ രൂപത്തിലൊക്കെ. അപ്പോ ഒരു പാട്ടിനോട് എന്തിനാണ് ഹാലിളക്കം? അതാണ് ഇവിടുത്തെ പ്രശ്നം. പാട്ടിനോട് ആർക്ക് ഹാലിളക്കം? പാട്ടിലെ ഉള്ളടക്കം സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ ചർച്ചയുണ്ടായി. അതിനകത്ത് ഞങ്ങളുടെ വിമർശനപരമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതിനെന്താണ് ഹാലിളക്കം എന്നൊക്കെ വിശേഷിപ്പിക്കേണ്ടത്? അത് പാട്ടായാലും നാടകമായി കഴിഞ്ഞാലും ഏത് കാര്യമായി കഴിഞ്ഞാലും അതിനോടുള്ള വിയോജിപ്പ് ആ അർത്ഥത്തിൽ രേഖപ്പെടുത്തുന്നതിന് ഇപ്പോൾ ആർക്കാണ് ഇവിടെ തടസ്സം? ഇവിടെ ആരോ നിയമപരമായി ആ കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആരോ അല്ല, തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം, അതായത് മതപരമായ ബിംബങ്ങളെ ഉപയോഗിച്ചു എന്ന് കാണിച്ച് CPIM ആണ് പത്തനംതിട്ടയിൽ പരാതി നൽകുന്നത്. രാജു എബ്രഹാമാണ് അത് ആവർത്തിച്ച് ഈ പാട്ട് കുഴപ്പമാണ് എന്ന് പറയുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ചാമ്പ്യന്മാരായ നിങ്ങൾ ഒരു പാട്ട് ആക്ഷേപഹാസ്യമാണ്, നിങ്ങളെ വിമർശിക്കുന്നതാണ്. ആവട്ടെന്നേ, ഒരു പാട്ടിനോട് കാര്യമല്ലേ അത്? അതെ, മതപരമായ കാര്യമല്ലേ അതിനകത്ത് ഉന്നയിക്കുന്നത്? ഇതിൽ എവിടെയാ മതപരം? രാഷ്ട്രീയ വിഷയമല്ലേ? അഴിമതി വിശ്വാസികൾ നമുക്ക് അല്ല, അഴിമതിയാണെങ്കിൽ ആരാണ് അവിടെ കയറ്റി? അദ്ദേഹം പറഞ്ഞത് ആ അഴിമതിയാണെങ്കിൽ ആ അഴിമതിക്കാരനായിട്ടുള്ള പോറ്റി അവിടെ കൊണ്ടുപോകുന്നതും പോറ്റി വിവിധ കോൺഗ്രസ് നേതാക്കന്മാരുമായി ചേർന്ന് നിൽക്കുന്ന പടങ്ങളും പോറ്റി ആരുമായിട്ടാണ് കൂടുതൽ ബന്ധമുണ്ടായതെന്നും എല്ലാം അറിയാവുന്ന കാര്യമല്ലേ? അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെ രാഷ്ട്രീയമായി ക്യാമ്പയിൻ നടത്തുന്നതിന് പകരം എന്താണ് ഇവിടെ ചെയ്തത്? വിശ്വാസത്തെ കൂട്ടുപിടിച്ച് അതേ ഈണത്തിലും താളത്തിലുമെല്ലാം പാട്ട് ഉണ്ടാക്കുക, അത് അവതരിപ്പിക്കുക. കോൺഗ്രസിൻ്റെ വിവിധ പൊതുയോഗങ്ങൾ, ആ പൊതുയോഗത്തിനകത്തെല്ലാം വെച്ച പാട്ടെന്താണ്? RSSന്റെ പൊതുയോഗമാണോ കോൺഗ്രസിൻ്റെ പൊതുയോഗമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലല്ലേ ഈ കോൺഗ്രസിൻ്റെ പഠനമെല്ലാം നടന്നത്. അത് സംബന്ധിച്ച് ഞങ്ങളാരെയും ആക്രമിക്കാനൊന്നും പോയിട്ടില്ലല്ലോ. ഞങ്ങൾ ആ കാര്യം സംബന്ധിച്ച് ജനങ്ങളോട് പറയുന്നുണ്ട്. അതിനെന്തിനാണ് നിങ്ങൾക്ക് ഇത്ര അസ്വസ്ഥത? VK സനോജ് നോക്കൂ, ഇതേ പാട്ടിന്റെ പാരഡിയായി നിങ്ങളും പാട്ടുണ്ടാക്കിയിട്ടുണ്ട്. താനാളൂർ പഞ്ചായത്തിൽ മലപ്പുറത്ത് ഇതേ പാട്ടിന്റെ ട്യൂണിൽ നിങ്ങളുടെ പാരഡി ഗാനമുണ്ട്. പോട്ടെ, കേരളത്തിൽ തന്നെ വളരെ പ്രശസ്തമായ ഒരു പാരഡി, മന്ത്രിയെ മെല്ലപ്പോ എന്ന് പറഞ്ഞിട്ട് കലാഭവൻ മണിയും നാദൃഷയും പാടുന്ന ഒരു ആക്ഷേപഹാസ്യ സോങ് ഉണ്ടല്ലോ. ഈ സോങ്ങിന്റെ തന്നെ പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് എന്ന് പറയുന്ന ആ ഭക്തിഗാനത്തിന്റെ പാരഡിയായിട്ട് കലാഭവൻ മണി നാദൃഷയും പാടുന്നത് ഇപ്പോഴും കൈരളി TVയുടെ പേജിലുണ്ടല്ലോ. പണ്ടും ഉണ്ടായിട്ടുണ്ട് ഈ ഗാനത്തിന്റെ ട്യൂണിലുള്ള പാരഡി. ഇത് പാരഡിയൊക്കെ എല്ലാ കാലത്തും ഉണ്ടാവുന്നേ. എന്റെ ചോദ്യം, ഇതൊരു വലിയ പ്രശ്നമായി അവതരിപ്പിക്കപ്പെടുകയാണ്. അതിനോട് TP രാമകൃഷ്ണൻ പ്രതികരിക്കുകയാണ്, രാജു എബ്രഹാം പ്രതികരിക്കുകയാണ്, കേസ് വരികയാണ്, കേസെടുക്കാൻ പോവാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാ കാലത്തും പാരഡി ഗാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാരഡി ഗാനത്തിന്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് അതിനകത്ത് മതപരമായ ചില കാര്യങ്ങളെ മുൻനിർത്തിയിട്ട് നടത്തിയ ഇടപെടലുകളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വിമർശിക്കാനുള്ള അധികാരമില്ല, അവകാശമില്ല എന്ന് അഭിലാഷ് എന്തിനാണ് സമർത്ഥിക്കാൻ നോക്കുന്നത്? ഇതിൽ മതപരമായ കാര്യം ഞങ്ങൾ അത് വിമർശിക്കും.
ആ പാരഡി ഗാനം പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ അതൊരു അഴിമതി ആരോപണമല്ലേ? അതിലെവിടെയാ മതപരം? വിശ്വാസി അതൊക്കെ എന്താണെന്ന് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവില്ലേ? അപ്പം അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം അടിച്ചു മാറ്റി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നല്ലേ അവർ നാടുനീളെ പറഞ്ഞത്. ആരാണ് ഈ പോറ്റി എന്ന കാര്യത്തിനകത്ത്? അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് കോൺഗ്രസിൻ്റെ കാലത്താണ്. ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രി, പ്രയാർ ഗോപാലകൃഷ്ണനായിരുന്നു അന്നത്തെ ദേവസ്വം ബോർഡ് ചെയർമാൻ. അപ്പം അങ്ങനെയുള്ള ചരിത്രമെല്ലാം അവിടെ നിൽക്കുന്ന സന്ദർഭത്തിൽ ആ വിശ്വാസവും അതുമായി ബന്ധപ്പെട്ട കാര്യത്തെ മുൻനിർത്തിയിട്ട് ശബരിമലയിൽ എന്തോ വലിയ കൊള്ള CPM നേതൃത്വം നടത്തിയിരിക്കുന്നു, സംസ്ഥാന ഗവൺമെന്റ് അതിന് കൂട്ടുനിരിക്കുന്നു എന്ന രൂപത്തിലുള്ള പ്രചരണമാണ് നടത്തിയത്. ആ പ്രചരണത്തിന് വേണ്ടി ഒരു പാട്ടിറക്കി. ആ പാട്ടിനെ ഞങ്ങൾ രാഷ്ട്രീയമായി വിമർശിക്കും. ആ വിമർശനത്തെ നിങ്ങൾ എന്തിനാണ് ഇത്ര രാഷ്ട്രീയമായി വിമർശിച്ചോളൂ, ഒരു കുഴപ്പവുമില്ല. പക്ഷേ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ തടയുന്ന തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ അതിനെതിരെ നിയമ നടപടി തടഞ്ഞില്ലല്ലോ. മതധ്രുവീകരണത്തിന് വേണ്ടിയാണെന്ന് ആരോപിക്കുമ്പോൾ, മതസ്പർദ്ധ ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ, വർഗീയ ധ്രുവീകരണത്തിന് ആയുധമാകുമെന്ന് പറയുമ്പോൾ അതിൽ വിയോജിപ്പുണ്ട്. രാഷ്ട്രീയമായി നിങ്ങൾക്കെതിരെ വരുന്ന രാഷ്ട്രീയമായ ഒരു ആരോപണത്തെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാം, അതിന് യാതൊരു കുഴപ്പമില്ല. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ആർ വി ബാബു, ഇപ്പൊ ഈ പാട്ട് വലിയ ചർച്ചയാണ് കേരളത്തിൽ. ഞങ്ങൾ എവിടെ ആ പാട്ട് തടസ്സപ്പെടുത്തിയിട്ടില്ല. ശരി, ഓക്കെ. ശ്രീ ആർ വി ബാബു, ഈ പാട്ടിൽ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന, അയ്യപ്പ വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു വികാരം വ്രണപ്പെടുന്ന ഒരു തരത്തിൽ ഒരു പാട്ടായിട്ട് കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന്, വിശ്വാസികൾക്ക് തോന്നിയതായിട്ട് എപ്പോഴെങ്കിലും ഒരു അഭിപ്രായം അഭിലാഷ് കേട്ടിട്ടുണ്ടോ? ഈ പാട്ടിറങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ചയോ ഒരു 10 ദിവസത്തിൽ കൂടുതലായിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ 10-15 ദിവസമായി കാണും. ഇലക്ഷൻ കഴിഞ്ഞു. ഇലക്ഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് വന്നിട്ട് തന്നെ ഇപ്പോൾ 8 ദിവസമായി, 5 ദിവസത്തിൽ കൂടുതലായി. ഈ പാട്ടിനെ സംബന്ധിച്ച് വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് ആരെങ്കിലും ഒരു പരിഭവമോ പരാതിയോ ഉന്നയിച്ചതായിട്ട് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ അഭിലാഷേ? നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവം? ഈ പാട്ട് വലിയ തോതിൽ ആഘോഷിക്കപ്പെട്ടു. ഈ പാട്ട് ജനങ്ങളെ സ്വാധീനിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരിയായിട്ട് എനിക്ക് തോന്നിയത് സ്വർണം കട്ടതാരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്നുള്ള പാട്ട്. അത് സഖാക്കളുടെ ചങ്കിൽ കൊണ്ടൊരു വരിയാണ്. അത് കോൺഗ്രസ്സുകാർ മാത്രമൊന്നുമില്ല, എല്ലാവരും അത് ഉപയോഗിച്ചിട്ടുണ്ട്. ആ പാട്ട് ഭരണപക്ഷത്തെ എതിർക്കുന്ന, CPM-നെ എതിർക്കുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും BJP അടക്കം ഉപയോഗിച്ച പാട്ടാണ്. അത് ഏതെങ്കിലും കോൺഗ്രസിന്റെ പാട്ടാണെന്ന് ഞാൻ വിചാരിക്കാം. ലീഗുകാരൻ എഴുതിയ പാട്ടായിരിക്കാം. അങ്ങനെ അത്തരം പാട്ടുകളൊക്കെ എല്ലാവർക്കും സ്വീകാര്യമാണെങ്കിൽ എല്ലാവരും എടുത്ത് ഉപയോഗിക്കാറുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് BJP-യുടെ പ്രചരണ യോഗങ്ങളിലൊക്കെ ആ പാട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ്. കാരണം അത് എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്നൊരു പാട്ടാണ്. ഈ കാലത്ത് ഈ ഗവൺമെന്റിന്റെ കീഴിൽ ദേവസ്വം ബോർഡും CPM നേതാക്കന്മാരും ചേർന്ന് നടത്തിയ ശബരിമല കൊള്ളയെ കൃത്യമായി വരച്ചു കാട്ടുന്ന ഒരു പാട്ടാണ്. സ്വാഭാവികമായിട്ടും ആ പാട്ടിന് അതിൻ്റെതായിട്ടുള്ള സ്വീകാര്യത ഉണ്ടാവും. അത് തെരഞ്ഞെടുപ്പിൽ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടാവാം. അതുമാത്രം സ്വാധീനിച്ചു എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അത് വളരെ വലിയ തോതിൽ ജനങ്ങൾ സ്വീകരിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇവിടെ സനോജ് ഇപ്പോൾ പറയുന്നത് ആ പാട്ട് മതപരമാണെന്നാണ്. മതപരമായ എന്താണ് ആ മതപരമായ കാര്യം? അതിനകത്ത് മതപരമാണെങ്കിൽ അത് ആരെയാണ് വ്രണപ്പെടുത്തുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് സനോജ് പറഞ്ഞില്ല. ഇവിടെ ആരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുമെന്നാണ് സനോജ് പറയുന്നത്. അങ്ങനെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന കാര്യത്തിൽ സനോജും പാർട്ടിയും ഇതുവരെ എടുത്ത നിലപാടെന്തായിരുന്നു അഭിലാഷേ? വിശ്വാസികളോടുള്ള ഈ പറയുന്ന സമീപനം, ഈ ശബരിമലയുടെ വിഷയത്തിൽ പോലും വിശ്വാസികളുടെ വിശ്വാസത്തോടുള്ള CPM-ന്റെ സമീപനം എന്തായിരുന്നു? ഇപ്പൊ ഇവിടെ നമ്മുടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാമിന്റെ പ്രസ്താവന ഞാൻ കണ്ടിരുന്നു. ഈ പാട്ടിനെതിരെ, വിശ്വാസികളെ വ്രണപ്പെടുത്തുന്ന പാട്ടിനെതിരെ പരാതി കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നതായിട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടു. ഞാൻ സോഷ്യൽ മീഡിയയിലാണ് കണ്ടത്. അത് ശരിയാണോ എന്നുള്ളത് അഭിലാഷിന്റെ ആ പ്രസ്താവനയൊക്കെ അഭിലാഷിന്റെ കയ്യിൽ എത്തിക്കാണല്ലോ. അദ്ദേഹം നിലപാടെടുത്തിരുന്നു, പരാതിയും കൊടുത്തു. പറഞ്ഞതല്ലേ, അങ്ങനെ പറഞ്ഞതല്ലേ? ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട കാര്യം മാത്രം. അപ്പോ ഇത് എനിക്ക് അത് വായിച്ചപ്പോൾ ചിരിയാണ് തോന്നിയത്. കാരണം ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ ആ അഭിപ്രായ പ്രകടനങ്ങൾ അന്നത്തെ CPM നേതാക്കന്മാര്, മന്ത്രിമാര്, പിണറായി വിജയൻ അടക്കം വിശ്വാസികളെ പറഞ്ഞ അസഭ്യങ്ങൾക്ക്, പരിഹാസങ്ങൾക്ക്, അധിക്ഷേപങ്ങൾക്ക് കയ്യും കണക്കുണ്ടോ? ഏതൊക്കെ തരത്തിലാണ് വിശ്വാസികളെ വ്രണപ്പെടുത്തിയത്? ഏതൊക്കെ തരത്തിൽ ഇവരുടെ കാളികൂളി സംഘങ്ങളൊക്കെ, SFI അടങ്ങുന്ന കാളികൂളി സംഘങ്ങളൊക്കെ ഏതൊക്കെ തരത്തിലാണ് വിശ്വാസികളെ, അയ്യപ്പ വിശ്വാസത്തെ, എന്തിന് നമുക്കറിയാം. ഇപ്പോഴും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും M സ്വരാജിനെതിരെ ഉന്നയിച്ച ആരോപണമായിരുന്നു അത്. M സ്വരാജിന്റെ പ്രസ്താവന, ശ്രീമതി ടീച്ചറുടെ പ്രസ്താവന,
അതേപോലെ പിണറായി വിജയൻ നടത്തിയ പ്രസ്താവന, ഈ പ്രസ്താവനകളൊക്കെ വിശ്വാസികളെ ഏതൊക്കെ തരത്തിൽ വ്രണപ്പെടുത്തിയതാ? ഇനി അതിനു മുൻപ് കഴിഞ്ഞ പിണറായി വിജയന്റെ കാലത്താണ്, സർക്കാരിന്റെ കാലത്താണ് നമ്മുടെ രവിവർമ്മ പുരസ്കാരം നൽകി ആദരിച്ചത്. ആരെ ആദരിച്ചതാ? MF ഹുസൈനെ ആദരിക്കാൻ ശ്രമിച്ചത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഹൈന്ദവ സമൂഹം വളരെ പവിത്രമായി അല്ലെങ്കിൽ ആരാധിക്കുന്ന സരസ്വതി ദേവി, പാർവതി ദേവി, ലക്ഷ്മി ദേവി ഇവരുടെ ഒക്കെ നഗ്നചിത്രം വരച്ച, ആ നഗ്നചിത്രം വരച്ച് ആക്ഷേപിച്ച, അവഹേളിച്ച നഗ്നചിത്രങ്ങൾ ഒരുപാടുണ്ട്, ക്ഷേത്രങ്ങളിലടക്കമുണ്ട്. അതിനോടൊന്നും നമുക്ക് എതിർപ്പില്ല. പക്ഷേ ഒരു ക്ഷേത്രത്തിലും സരസ്വതിയുടെ ചിത്രം നഗ്നമായിട്ട് എവിടെയെങ്കിലും കാണിക്കാമോ? ലക്ഷ്മിയുടെ ചിത്രം നഗ്നമായിട്ട് എവിടെയെങ്കിലും കാണിക്കാമോ? അതിനടിയിൽ ലക്ഷ്മി എന്ന് എഴുതി വെച്ചതായിട്ട് കാണിക്കാമോ? പക്ഷെ ഇവിടെ അങ്ങനെ സരസ്വതിയുടെയും ലക്ഷ്മിയുടെയും ചിത്രം വരച്ചു വെച്ച് അതിനടിയിൽ പാർവതി ദേവി, ലക്ഷ്മി ദേവി, സരസ്വതി ദേവി, സീതാദേവി എന്നൊക്കെ വരച്ച് നഗ്നചിത്രം വരച്ച ആൾക്ക് അവാർഡ് കൊടുത്ത പാർട്ടി പറയുകയാണ് ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്, ഞങ്ങൾ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതിനെ ചോദ്യം ചെയ്യുന്ന. ഇത് ആരെ പറ്റിക്കാനാണ്? ശരി, ഹിന്ദു ഐക്യവേദിയുടെ വിശ്വാസം വ്രണപ്പെട്ടിട്ടില്ല. രാജീവ് അബ്രഹാമിന്റെ സ്വന്തം നാട്ടിൽ ഈ പാട്ട് കേട്ടിട്ട് എന്തായാലും ഹിന്ദു ഐക്യവേദിയുടെ വിശ്വാസം വ്രണപ്പെട്ടിട്ടില്ല. ഓക്കെ, അഡ്വക്കേറ്റ് MR അഭിലാഷ്, ഇപ്പോ പോലീസ് കേസെടുക്കാനുള്ള ഓപ്ഷൻ ആരായിരുന്നു? ഞാൻ മനസ്സിലാക്കുന്നത് കേസ് എടുക്കണമെന്നൊരു സമ്മർദ്ദം ഉണ്ട് എന്നാണ്. പക്ഷേ ഈ ഒരു പാട്ട്, ഈ പാട്ടിന്റെ ലിറിക്സ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ്, നമ്മളൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുള്ളതുമാണ്. ഈ പാട്ട് ഒരു ഒഫൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ഭാരത് ന്യായ സംഹിത അനുസരിച്ച് ഒരു വിദ്വേഷ സ്വഭാവത്തിലുള്ള, മതവികാരം വ്രണപ്പെടുത്തുന്ന നിലയിലുള്ള ഒരു കണ്ടന്റ് ഇതിലുണ്ടോ? ശ്രീ അഭിലാഷ്, കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട DGP 2025 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഇമ്രാൻ പ്രതാപ് ഘടി കേസിലെ വിധി വന്നിട്ടുണ്ട്. ജസ്റ്റിസ് അഭയ് യോഗ് അധ്യക്ഷനായിരുന്ന ജസ്റ്റിസ് ഉജ്വൽ ഭൂയാൻ സഹജഡ്ജിയായിരിക്കുന്ന ബെഞ്ചിൻ്റെ വിധി. സമാനമായ വിഷയം, ഒരു പാട്ട് ഇതുപോലൊരു വീഡിയോയുടെ ഭാഗമായിട്ട് ഒരു ഗാനം വരുന്നു, FIR ഇടുന്നു, സെയിം മതവികാരം വ്രണപ്പെടുത്തി എന്ന ആരോപണം 299 BNS. അതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതി രണ്ട് കൈയും വലത്തുന്നു, ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയില്ല. അതിനെതിരെ സുപ്രീം കോടതിയിൽ വരുന്നു. സുപ്രീം കോടതി ഈ FIR ചവറ്റുകൊട്ടയിൽ എടുത്തിട്ടിട്ട് സുപ്രീം കോടതി പറയുകയുണ്ടായി, മതവികാരം വ്രണപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷേപഹാസ്യത്തിനെയോ കാവ്യാത്മകമായ രചനയെയോ ഒന്നും തന്നെ പിടിച്ചു നിർത്താനോ പരിമിതപ്പെടുത്തുവാനോ ഉള്ള ഒരു മാർഗമല്ല. മതവികാരം വ്രണപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 299 BNS പറയുന്നത് പോലെ വളരെ ബോധപൂർവം ദുരുദ്ദേശത്തോടുകൂടി മതത്തെയോ മതവിശ്വാസത്തെയോ അപഹസിക്കുന്ന രീതിയിൽ പറയുകയോ എഴുതുകയോ ചെയ്യുകയാണെങ്കിൽ മാത്രം, അതായത് ഈ ഒഫൻസിന് എസെൻഷ്യലായിട്ട് വേണ്ട കാര്യം ആ ദുരുദ്ദേശമാണ്. അതിന് നിയമത്തിൽ പറയുന്നത് മെൻസ് റിയ എന്നാണ്, നമ്മുടെ മനസ്സിലുള്ള ക്രൈമിനെ കുറിച്ചുള്ള ചിന്ത. ഇവിടെ ഈ പാട്ട് ആരെയെങ്കിലും ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ, ഞാനതിനെ പാരഡി ഗാനമെന്ന് പോലും പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം കേരളത്തിനെ നടുക്കിയ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ആരൊക്കെയോ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് ദേവസ്വത്തിൻ്റെ ചുമതലയിലിരുന്ന, ഞാൻ ഇന്നത്തെ ബോർഡിനെ കുറിച്ചല്ല പറയുന്നത്, അന്ന് ചുമതലയിലിരുന്ന ഉദ്യോഗസ്ഥരും അതിൻ്റെ നേതാക്കന്മാരും ഒക്കെ തന്നെയാണ്, രാഷ്ട്രീയ പ്രാധാന്യമുള്ള വ്യക്തികളൊക്കെ തന്നെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഭക്തരായിക്കൊള്ളട്ടെ, ഭക്തി കുറച്ച് കുറഞ്ഞവരായിക്കൊള്ളട്ടെ, അയ്യപ്പസ്വാമിയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അവരൊരു ഗാനം ഇറക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയുക? അയ്യപ്പസ്വാമിയെ ഇകഴ്ത്തി പറഞ്ഞോ? അയ്യപ്പസ്വാമിയുടെ ബ്രഹ്മചര്യത്തിനെ കുറിച്ച് പറഞ്ഞോ? അതോ ശബരിമലയുടെ ആചാര സമ്പ്രദായങ്ങളെക്കുറിച്ച് വില കുറച്ച് പറഞ്ഞോ? ഒന്നുമില്ലല്ലോ. അയ്യപ്പ അയ്യപ്പ എന്നോ ശാസ്താവേ എന്നോ വിളിക്കുകയാണ്. അത് ഏതൊരു വിശ്വാസിയാണെങ്കിലും, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വരെയും നടുങ്ങിപ്പോയില്ലേ? ഈ തരത്തിലുള്ള സ്വർണ്ണക്കൊള്ളയാണ് നടന്നത്. രാഷ്ട്രീയ നേതാക്കന്മാരുൾപ്പെടെ അന്നത്തെ ദേവസ്വത്തിൻ്റെ ചുമതലയിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ സാധാരണ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്, ഇതിനകത്തൊന്നും തന്നെ കേസ് രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ളതില്ല. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ DGP ഇമ്രാൻ പ്രതാപ് ഘടി കേസിലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി ഒന്ന് വായിച്ചിട്ട് FIR രജിസ്റ്റർ ചെയ്യാൻ കഴിയുമെങ്കിൽ ഒന്ന് ചെയ്തു നോക്ക്. എനിക്ക് ഇതിനകത്ത് അഫക്റ്റ് ചെയ്യപ്പെടാൻ പോകുന്ന ആൾക്കാരോട് പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടിട്ടില്ലെങ്കിൽ പോലും സെറ്റിൽഡ് ലോ അനുസരിച്ച് സുപ്രീം കോടതി ഈ FIR തന്നെ അസച്ച് ചവറ്റുകൊട്ടയിൽ എടുത്തിടും. കാരണം ജഡ്ജ്മെൻറ്റുകൾ വായിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും, ശ്രീ അഭിലാഷിനും മനസ്സിലാവും, എനിക്കും മനസ്സിലാവും. ലളിതമായിട്ടുള്ള ഭാഷയിലുള്ള വിധികളാണ് സുപ്രീം കോടതി എഴുതുന്നത്. ഈ പാനലിലുള്ള ആർക്കും മനസ്സിലാകും. ഇത്തരത്തിലുള്ള കാവ്യരചനകൾക്കോ ആക്ഷേപഹാസ്യങ്ങൾക്കോ ഒന്നും തന്നെ പരിമിതി ഇടുന്നതല്ല
ഭരണഘടനയുടെ 19(1)(a) വകുപ്പ് പ്രകാരമുള്ള നമ്മുടെ അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യം 19(2) മുതൽ ഒരു 5 എക്സെപ്ഷൻസ് പറയുന്നുണ്ട്. അതിനകത്ത് പൊതുക്രമം, രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം, കോടതിയെ ലക്ഷ്യം, ഇങ്ങനെയുള്ള ഗ്രൗണ്ടുകൾ പറഞ്ഞിട്ട് പറയുന്നുണ്ട് പാർലമെൻറ്റിന് നിയമപ്രകാരം ഇങ്ങനെ പരിമിതപ്പെടുത്താൻ കഴിയാം. അങ്ങനെ നിയമപ്രകാരം പരിമിതപ്പെടുത്തിയതാണ് കോടതി അലക്ഷ്യ നിയമം. അതുപോലെ തന്നെ ഈ 299 BNSലെ മതവികാരം വ്രണപ്പെടുത്തുക എന്നൊക്കെ ഉള്ളത്. അങ്ങനെ മതവികാരം വ്രണപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബോധപൂർവം വ്രണപ്പെടുത്താനുള്ള, ആരുടെയെങ്കിലും രാഷ്ട്രീയ വികാരം വ്രണപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ FIR രജിസ്റ്റർ ചെയ്യാൻ നിയമപരമായിട്ട് കഴിയില്ല. അതിന് പറയുന്നത് അബ്യൂസ് ഓഫ് ദ പ്രോസസ് ഓഫ് ലോ എന്നാണ്, നിയമ നടപടിയുടെ ദുർവിനിയോഗമെന്നാണ് ഇമ്രാൻ പ്രതാപ്ഗഡി കേസിൽ ആശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുകയുണ്ടായി. നമുക്ക് ഒരു കാവ്യരചനയോടോ അല്ലെങ്കിൽ ഒരു ആക്ഷേപഹാസ്യത്തിനോടോ ഈവൻ ഒരു പാരഡിയോട് പോലും നമുക്ക് വിയോജിപ്പുണ്ടെങ്കിൽ ആ വിയോജിപ്പുകളെ പ്രതിഗാനങ്ങളായിട്ട് തിരിച്ചാവിഷ്കരിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലണം. അല്ലാതെ ഇത്തരത്തിൽ ഒരു ആക്ഷേപഹാസ്യത്തിനെ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പാരഡിയെ നിയമപ്രകാരം കൂച്ചുവിലങ്ങിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിയമം അനുവദിക്കുന്നതല്ല, അത് നിയമപരമായി നിലനിൽക്കുന്നതുമല്ല. യെസ്, അതാണ്. ശ്രീ ഷാഫി ചാലിയം, UDF ഇക്കാര്യത്തിൽ എടുക്കുന്ന സമീപനം എന്താണ്? UDFന്റെ MLA ആയ പ്രധാനപ്പെട്ട നേതാവായ PC വിഷ്ണുനാഥാണ് ഈ പാട്ടിനെ പോപ്പുലർ ആക്കിയത്. അതിനുശേഷം പാർലമെന്റ് അങ്കണത്തിൽ കേരളത്തിൽ നിന്നുള്ള UDF MPമാരെല്ലാം ഈ പാട്ട് ഒരുമിച്ച് പാടിയതോടെയാണ് കുറെ കൂടി വലിയ പോപ്പുലാരിറ്റി ഈ പാട്ടിന് കിട്ടിയത്. നിങ്ങൾ രാഷ്ട്രീയമായി ഉപയോഗിച്ച ഒരു പാട്ടാണ്, കേവലം ഈ പെട്ടിപ്പാട്ടായിട്ട് മാത്രം ഉപയോഗിച്ചതല്ല, നേതാക്കളും പാടി പോപ്പുലർ ആക്കിയ പാട്ടാണ്. അപ്പോൾ ആ പാട്ടിനെതിരെ ഇപ്പോൾ ചില പ്രശ്നങ്ങൾ വരുന്നു. അതിനോട് സൂക്ഷ്മമായ സമീപനമാണ് എടുക്കുക. VT ബൽറാമിനെ പോലെയുള്ള ചില ആളുകൾ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇത് സാമൂഹ്യ ധ്രുവീകരണത്തിനുള്ള ആയുധമായി ഉപയോഗിക്കപ്പെട്ടേക്കാം, സൂക്ഷിക്കണം എന്നുള്ള നിലയ്ക്കാണ്. അങ്ങനെയുള്ള ഒരു ജാഗ്രത ഇക്കാര്യത്തിൽ നിങ്ങൾക്കുണ്ടോ? അല്ല, അതൊന്നും നമ്മുടെ കേരളത്തിൽ ഏശില്ല. കാരണം ഒരു 3 മണിക്കൂർ ഒരു പ്രഭാഷണത്തെക്കാളും ശക്തമായിരുന്നു ഈ പാട്ടിലെ 4 വരികൾ. യാഥാർത്ഥ്യമാണല്ലോ ഈ പാട്ടിലുള്ളത്, അല്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ലല്ലോ. ഈ ഇരിക്കുന്ന സനോജിന് പോലും സ്വർണം കട്ടതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കുന്ന മനുഷ്യന്മാരുടെ എണ്ണം ഇന്നേക്കിപ്പോൾ എത്രയായി? ഇന്നൊന്നും കൂടി അറസ്റ്റ് ചെയ്ത് അതിൻ്റെ അകത്തിട്ടുണ്ട്, ഇനി വേറൊന്ന് ക്യൂവിലുണ്ട്. അപ്പോൾ സ്വർണം കട്ടവർ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ മേൽനോട്ടത്തിൽ നടന്ന പോലീസ് അന്വേഷണം അല്ല, കേരള സർക്കാരിൻ്റെ അന്വേഷണമല്ല. കേരള സർക്കാരിൻ്റെ അന്വേഷണമാണെങ്കിൽ ഇപ്പോൾ കിടക്കുന്ന 4 മസ്കത്ത് റോട്ടിലെല്ലാം ഉണ്ടാകുക, മനസ്സിലായോ? അപ്പോൾ 4 അകത്ത് കിടക്കുന്ന സ്വർണം കട്ടത് ആരപ്പ? സഖാക്കളാണ്. അല്ല എന്ന് സനോജ് പറയട്ടെ, എന്തായാലും തെറ്റുള്ളത്? സ്വർണം ചെമ്പാക്കിയത് ആരപ്പ? പിന്നെ അയ്യപ്പനോട് എന്താ പറഞ്ഞത്? അയ്യപ്പൻ അവഹേളിച്ചിട്ടുണ്ടോ? അയ്യപ്പനോട് ആവലാതി പറയുകയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു പാട്ടിനൊക്കെ ഇത്ര ഭയക്കണമെങ്കിൽ ഇവരുടെ ഒരു അവസ്ഥ നോക്കൂ. എന്നിട്ടോ ഈ പാട്ട് എഴുതിയവൻ്റെ ജാതി, മതം, അതൊക്കെയാണ് ഇപ്പോൾ പരിധി നടക്കുന്നത്. ഈ പാട്ട് എഴുതിയത് GP കുഞ്ഞബ്ദുള്ള, 10-60ഓളം പാട്ട് എഴുതിയ ആളാണ്. വലിയ ദേശീയ ബോധവും മതനിരപേക്ഷത മുറുകെ പിടിക്കുന്ന വ്യക്തിത്വം. എനിക്ക് നേരിട്ട് അറിയാം. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡിയോ ഇപ്പോൾ അടുത്ത് കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തിരുന്നു. ആരാ ഉദ്ഘാടനം ചെയ്തതോ? രാഹുൽ ഗാന്ധി അല്ല, TK ഹംസ. TK ഹംസനോട് ചോദിച്ചാൽ മതി GP ആരാണെന്നുള്ളത്. അത്രയും നല്ലൊരു മനുഷ്യനാണത്. അദ്ദേഹത്തിൻ്റെ വരികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അങ്ങനത്തെ വരി എഴുതാൻ പറ്റിയ ആരെങ്കിലും നിങ്ങളെ കൂട്ടത്തിലുണ്ടോ? നിങ്ങളുണ്ടാക്കിയല്ലോ ഇത്തരം പാട്ട് താനാളൂരിൽ. അത് കേട്ടല്ലോ, അഭിലാഷം ഒന്ന് വെച്ചു കൊടുക്ക്. അതിലെന്താ ഉള്ളത്? കുറുക്കനെ, നായിയെ, ഉസ്മാനെ, കേറ്റിയെ. എത്ര മനോഹരമായ ഭാഷയല്ലേ! ചെവി കൊണ്ട് കേട്ട് ഹൃദയം കൊണ്ട് ആസ്വദിക്കുന്നതാണ് ഈ കവിതയും ഗാനമൊക്കെ. ഈ GPയുടെ വരി ഒന്ന് കേട്ടു നോക്കുക. അതോടൊപ്പം തന്നെ ഈ താനാളുള്ള ഈ വരിയും ഈ തെറിയും കേട്ടു നോക്കുക. വേണമെങ്കിൽ അതിൽ എന്താണ്, ഇവിടെ അയ്യപ്പൻ്റെ പേരൊന്നുമില്ല, അവിടെ ആരാ വന്നത്? ഉസ്മാൻ ആരാ? 3ാം ഖലീഫയാണ്. ഇത് അങ്ങനെ പറഞ്ഞൂടെ? അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊണ്ട ആളുകളല്ലേ നിങ്ങൾ? പ്രവാചകനെ വ്യഭിചാരിയും പരിശുദ്ധ മക്കയെ വ്യഭിചാരശാലയുമാക്കി ചിത്രീകരിച്ച് എഴുതിയ സൽമാൻ റുഷ്ദിയുടെ ദ സാത്താനിക് വേഴ്സസ് എന്ന ഗ്രന്ഥം മുസ്ലിം മതവികാരം വ്രണപ്പെടുത്തിയതിന് പേരിൽ രാജീവ് ഗാന്ധി നിരോധിച്ചപ്പോൾ ആ നിരോധനത്തിനെതിരെ, പ്രവാചകനെതിരെ തമ്മാടിത്തരം പറയാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞ് നിലപാടെടുത്തവരല്ലേ ഇവർ? അതുപോലെ തന്നെ ബംഗ്ലാദേശിലെ തസ്ലീമ നസ്രീം, അവരും പ്രവാചക നിന്ദ നടത്തി അല്ലേ? അതിനൊക്കെ ഇവിടെ പ്രവാചകനെ തെറി വിളിക്കാൻ വിശുദ്ധ കഴബാലയം വേശ്യാരാണെന്ന് പറഞ്ഞുകൊണ്ട് എഴുതുന്ന ഗ്രന്ഥം, അങ്ങനെ എഴുതാൻ ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. അതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് ഈ രാജ്യത്ത് എന്തെല്ലാം ബഹളങ്ങൾ ഉണ്ടാക്കിയവരാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർന്നതന്നെ എങ്ങനെയാണ്?
ഈ നാടകവും പാട്ടും ഒക്കെ ഉപയോഗിച്ചിട്ടില്ലേ? KPCC തുടങ്ങിയിട്ട് അല്ല, പിന്നെ KPSCയുടെ നാടകങ്ങളൊക്കെ, കോഴിക്കോട്ടെ ചിരന്തന തിയേറ്റേഴ്സ്, സ്റ്റേജ് ഇന്ത്യ, KT മുഹമ്മദ്, ഇബ്രാഹിം വെങ്ങര, ഇവരൊക്കെ കൃതികളും നാടകങ്ങളും എന്താ മുസ്ലിം സമുദായത്തിലെ ശരീഅത്ത് ഇതിനൊക്കെ അപലപിച്ചും മോശമാക്കി ചിത്രീകരിച്ചിട്ട് ഉള്ള നാടകങ്ങളല്ലേ? ആ നാടകങ്ങളൊക്കെ DYFIയുടെ സ്റ്റേജിലല്ലേ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഇവർ കൊണ്ടുവരുന്നത്? ഇപ്പം ഞാൻ നോക്കൂ, പാട്ട് മാത്രമല്ല, മുദ്രാവാക്യം പോലും എന്താണ്? ലീഗ് ബലാലിനെ നീക്കല്ല. അവിടെ അള്ളാഹ് വന്നില്ലേ? ഇവിടെ ആരാ പരാതി? അയ്യപ്പൻ്റെ ആൾക്കാരാണ് ഇവരെപ്പോഴും മാറിയത്. എന്താണ്? ആർത്തവ രക്തത്തിൽ കുളിച്ച അയ്യപ്പൻ എന്ന് പറഞ്ഞിട്ട് ഒരു കാരിക്കേച്ചറിലാക്കി പിന്നെ രവിവർമ്മ കോളേജിൽ SFI വെച്ച ബോർഡ് ഇപ്പോഴും നിലനിൽക്കണോടെ. ഇവരെമാരി ഇത്ര അയ്യപ്പൻ അവഹേളിച്ച ആളുകളുണ്ടവര്. ശരി, അല്ല അതൊക്കെ വേറെ വിഷയം. ഇവർ ഈ കപട സ്നേഹം, ഈ അയ്യപ്പ സ്നേഹം എന്താന്ന് ആർക്കാ തിരിയാത്തത്? ശരി, ഇപ്പോ എന്തിന് ഈ അഭിലാഷേ പഠിക്കേണ്ട ഏറ്റവും വലിയ വിഷയം എന്താ? ശരി, ഓക്കെ, അതാണ് മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ UDF-ന്റെ കാഴ്ച. അതാണ് മുസ്ലിം ലീഗിന്റെ UDF-ന്റെ കാഴ്ച. അതല്ല ഞാൻ പറഞ്ഞു തരുമോ? പെട്ടെന്ന് കൺക്ലൂഡ്. നിന്റെ ഓഡിയോ ഓക്കെ, ഞാൻ അടുത്ത റൗണ്ടിൽ ശ്രീ ഷാഫി ചാരിത്തിലേക്ക് വരാം. എന്തായാലും ഇക്കാര്യത്തിൽ MF ഹുസൈൻ്റെ ആണെങ്കിലും സൽമാൻ റഷ്ദിയുടെ ആണെങ്കിലും തസ്ലീമ നസ്രീൻ്റെ ആണെങ്കിലും GP കുഞ്ഞബ്ദുള്ളയുടെ ആണെങ്കിലും ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. നമ്മുടേതൊരു ഭരണഘടനാ ജനാധിപത്യമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ളത് ഭരണഘടനാ ദത്തമായ ഒന്നാണ്. ആർട്ടിക്കിൾ 19(1)A അനുസരിച്ച് നമുക്ക് ആവിഷ്കരിക്കാനുള്ള, സംസാരിക്കാനുള്ള, ആവിഷ്കാരങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അത് ഒരു പക്ഷത്ത് എന്തെങ്കിലും കുറവോ മറ്റൊരു പക്ഷത്തോ കൂടുതലോ അത് മൗലികവാദപരമാണ്. അതിപ്പോൾ MF ഹുസൈൻ്റെ ആണെങ്കിലും സൽമാൻ റഷ്ദിയുടെ ആണെങ്കിലും GP കുഞ്ഞബ്ദുള്ളയുടെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണം. ഒരു ആവിഷ്കാരത്തിന്റെ പേരിൽ എന്തിനാണ് ഈ ബുദ്ധിമുട്ട്, ഇത്ര അസ്വസ്ഥരാകുന്നത് എന്നുള്ളതാണ് ഇതിലെ കാതലായ പ്രശ്നം, അല്ലാതെ ആരുടെ ആവിഷ്കാരം എന്നുള്ളതല്ല. ശ്രീ സനോജ്, ഇപ്പോൾ സ്വർണം കട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്നുള്ള ആ വരിയുടെ പ്രഹരശേഷിയാണോ പ്രശ്നം? അതിൽ വസ്തുത ഉണ്ടോ എന്ന് ചോദിച്ചാൽ വസ്തുത ഉണ്ടല്ലോ. കാരണം ജയിലിൽ കിടക്കുന്നത് A പത്മകുമാറും വാസുവുമാണ്. രണ്ടുപേരും സഖാക്കളാണ്. അവർ രണ്ടുപേർക്കും അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. രണ്ടുപേരും നിങ്ങളുടെ നോമിനികളായി വളരെ പ്രധാനപ്പെട്ട ഒരു താക്കോൽ സ്ഥാനത്ത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്ന ആളുകളാണ്. അവർ ജയിലിൽ കിടക്കുമ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികൾ അതിനെ പരിഹസിക്കും, പാട്ടെഴുതും. അതിൽ കൊണ്ടിട്ട് കാര്യമുണ്ടോ? അഭിലാഷേ, ഈ ആവിഷ്കാരത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾ എതിരല്ല. പക്ഷേ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ രാഷ്ട്രീയമായി ഞങ്ങളെ കടന്നാക്രമിക്കാൻ ഏത് വരികൾ എഴുതി കഴിഞ്ഞാലും ആ വരികൾ സംബന്ധിച്ച് ഞങ്ങൾക്കുള്ള വിമർശനങ്ങൾ ശക്തമായി പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കാൻ ഞങ്ങൾ തയ്യാറാവും. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ രാഷ്ട്രീയമായി തന്നെ അതിനെ വിമർശനപരമായി കാര്യങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് തുറന്നു കാട്ടപ്പെടുമ്പോൾ അപ്പുറത്താണ് ആകെ വെപ്രാളമുണ്ടാവുന്നത്. സൽമാൻ റുഷ്ദിയോടും മറ്റ് ചില വിഖ്യാതരായിട്ടുള്ള എഴുത്തുകാരോട് അല്ലെങ്കിൽ MF ഹുസൈനോടൊക്കെ ഉപമിച്ച് ഇതെന്തോ മഹാസംഭവമാണ് എന്ന രൂപത്തിലേക്ക് ഇതിനെ വരുത്തി തീർക്കുകയാണ്. അപ്പം ഞങ്ങൾക്കുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും ഇടതുപക്ഷം കേരളത്തിൻ്റെ വികസനം സംബന്ധിച്ച്, കേരളത്തിൽ നടപ്പാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഇടതുപക്ഷം എല്ലാ കാലത്തും സംഘപരിവാർ വിരുദ്ധ നിലപാടെടുക്കുകയും അതിന് ഉറച്ചു നിന്ന് പൊരുതുകയും ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ സംബന്ധിച്ചാണ് ജനങ്ങൾക്കിടയിൽ ശക്തമായ ക്യാമ്പയിൻ നടത്തിയത്. ആ ക്യാമ്പയിനെ പ്രതിരോധിക്കാൻ, ആ ക്യാമ്പയിനുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ എന്താണ് വലതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇവർ സ്വീകരിച്ച നടപടി? എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായ ആശയങ്ങൾ മുന്നോട്ട് വെച്ചോ? ഈ സമൂഹത്തെ ശക്തിപ്പെടുത്താൻ, മതനിരപേക്ഷയോടൊപ്പം ശക്തിപ്പെടുത്താൻ ആവശ്യമായ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചോ? ഇല്ല എന്നാണ് രാഷ്ട്രീയമായ ഞങ്ങളുടെ വിമർശനം. അതിന് പകരം ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരെല്ലാം കള്ളന്മാരാണ്, സ്വർണ്ണക്കള്ളന്മാരാണ് എന്ന രൂപത്തിലുള്ള ഒരു ഗാനം, അതൊരു ഭക്തിഗാനത്തിൻ്റെ ട്യൂണിൽ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നു. എന്നിട്ട് ശബരിമലയിൽ വലിയ കൊള്ള CPM-ൻ്റെ ആളുകൾ നടത്തിയെന്ന വ്യാഖ്യാനിച്ച് ജനങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി. അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു പാട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങളതിനെ കൈയടിച്ച് ഇതാ നല്ല ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് സ്വാഗതം ചെയ്യുമെന്ന് അവർക്ക് ആഗ്രഹിക്കാം. തിരിച്ചൊരു പാട്ടുണ്ടാക്കിയാൽ പോരെ? ഞങ്ങൾ ശക്തമായിട്ട് ഇതിനെ പ്രതിരോധിക്കും. പാട്ടുണ്ടാക്കി പ്രതിരോധിക്കണമോ? ഈ പാട്ടുണ്ടാക്കി വളർത്തിയ പ്രസ്ഥാനമാണ് ഇടതുപക്ഷ. ഈ പാട്ടുകൾക്കൊക്കെ വലിയ പങ്കുണ്ടല്ലോ. അപ്പോ നിങ്ങൾക്കെതിരെ ഒരു പാട്ട് വന്നാൽ നിങ്ങൾ തിരിച്ചൊരു പാട്ട് പാടുന്നു.
ആ ചരിത്രമൊക്കെ നമുക്കറിയാം അഭിലാഷേ. ഞങ്ങൾ പാട്ട് പാടിയിട്ടും പ്രതിരോധിക്കും, നാടകം കളിച്ചും പ്രതിരോധിക്കും, സിനിമയെടുത്തും പ്രതിരോധിക്കും, പൊതുയോഗങ്ങളിൽ പറഞ്ഞും പ്രതിരോധിക്കും, പത്രസമ്മേളനത്തിൽ പറഞ്ഞും പ്രതിരോധിക്കും. ഞങ്ങളെ കൊണ്ടാവാവുന്ന വിധത്തിലുള്ള എല്ലാ തരത്തിലുള്ള പ്രതിരോധവും ഞങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഈ 4 വരി പാട്ട് പാടിയിട്ട് കേരളത്തെ അങ്ങ് അട്ടിമറിച്ച് കളയാം എന്നൊന്നും ആരും ധരിക്കേണ്ടതില്ല. വിമോചന സമരകാലത്ത് ഇതുപോലെയുള്ള കുറേ പാട്ട് ഇറക്കിയിരുന്നു അല്ലേ? കണ്ടാ മുണ്ട മുണ്ടശ്ശേരി, ഇതിന്റെ മണ്ടയിൽ എന്താ ചകിരിച്ചോറോ നാരായോ എന്നാ അന്ന് പാടിയത്. ഗൗരിയമ്മയെ കുറിച്ച് വിളിച്ച പാട്ട് മറന്നിട്ടില്ല. പാട്ടല്ല, മുദ്രാവാക്യം. കാലം വന്ന് വിളിച്ചിട്ടും എന്താ ഗോപാല നീ പോവാത്ത എന്ന മുദ്രാവാക്യം നമ്മൾ മറന്നിട്ടില്ല. അങ്ങനെ കുറെ മുദ്രാവാക്യങ്ങൾ ഇവർ പണ്ട് സി എ തോമസ് ആളുകളെ കൊണ്ടൊക്കെ എഴുതിച്ചിട്ട് പാടിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയെല്ലാമുള്ള പാട്ട് അതിനെല്ലാം അതിജീവിച്ചാണ് അല്ല ഞാൻ പറയട്ടെ ഷാഫി ചാലി, അതിനെല്ലാം അതിജീവിച്ചിട്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വന്നത്. അതുകൊണ്ട് നിങ്ങൾ 4 വരി പാട്ട് എഴുതിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളത്തിൽ ഇല്ലാതാക്കി കളയാം എന്നൊന്നും ധരിക്കേണ്ടതില്ല. നിങ്ങൾ 4 വരി പാട്ട് എഴുതി കഴിഞ്ഞാൽ ആ 4 വരി പാട്ടിന്റെ ഉള്ളടക്കം സംബന്ധിച്ച് ജനങ്ങളോട് ഞങ്ങൾ നല്ലതുപോലെ ക്യാമ്പയിൻ നടത്തും. അതാ ഞാൻ പറഞ്ഞത്, പോറ്റിയെ കയറ്റിയത് ആരപ്പ എന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം കണ്ടെത്തണം. പോറ്റിയെ കയറ്റിയത് 2012 ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പ്രയാർ ഗോപാലകൃഷ്ണനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ആ പോറ്റി എങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറ്റിയത്? ആ പോറ്റിയെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ എങ്ങനെ കയറ്റി? സ്വർണം കട്ടതിന് ശേഷമാണോ കയറ്റിയത്, അല്ലെങ്കിൽ ആ സ്വർണം കക്കുന്നതിന് മുന്നേ ആണോ കയറ്റിയതെന്ന് UDF ആളുകൾ പറ. സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് റോഡിൽ കൂടി നടന്നു പോകുന്ന ആൾ കയറാൻ പറ്റുമോ? സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് സന്ദർശന അനുമതി കിട്ടണമെങ്കിൽ എന്തെല്ലാം വഴികൾ ഉണ്ടാവും, എന്തെല്ലാം കടമകൾ കടക്കണം? ഇപ്പൊ പോറ്റിയെ പോലുള്ള ആളെ സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് കയറ്റിക്കൊണ്ടുപോയത് ആരാണെന്ന് ഷാഫി ചാലിയ പറയണം. ആന്റണിക്കും അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് പോറ്റിയുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് പറയണം. ഇടതുപക്ഷത്തിന്റെ ആളുകൾ ഭാഗമായി നിൽക്കുന്ന ആളുകൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ അതിനൊന്നും സംരക്ഷിക്കാൻ ഞങ്ങളില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു, ഈ SIT അന്വേഷണം ഏത് നിലയിലും മുന്നോട്ട് കൊണ്ടുപോകും, ഒരു തടസ്സപ്പെടുത്തലും ഉണ്ടായിട്ടില്ല. എന്നാൽ പിന്നെ എന്തെങ്കിലും തരത്തിൽ ഇടപെടൽ നടത്തിയിട്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആരുടെയെങ്കിലും അറസ്റ്റ് തടസ്സപ്പെടുത്താൻ കഴിയുമായിരുന്നല്ലോ. അങ്ങനെ തടസ്സപ്പെടുത്തിയോ? തെറ്റ് ചെയ്തവർ ആരായി കഴിഞ്ഞാലും ജയിലിൽ കിടക്കട്ടെ നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചത്. അത് ഇനിയും ആ അന്വേഷണം നല്ലതുപോലെ മുന്നോട്ട് പോട്ടെ. ഇനിയും ആരെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അവര് അതിന്റെ ഭാഗമായിട്ട് അനുഭവിക്കട്ടെ എന്നല്ലാതെ ആരെങ്കിലും സംരക്ഷിക്കാൻ വിടുന്നിട്ടുണ്ടോ? ശരി, നമുക്ക് എന്താ പ്രശ്നം ഇവിടെ? കേരളത്തിൽ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ശബരിമല ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുന്നു. അത് സ്വാഭാവികമാണെങ്കിൽ ആ സ്വാഭാവികമായിട്ടുള്ള വിമർശനത്തെ അത്തരം ക്യാമ്പയിനുകളെ ഞങ്ങൾ പ്രതിരോധിക്കും. ഇതും സ്വാഭാവികമായി കണ്ടാൽ മതി. പോലീസിനെ വിടുന്നത് സ്വാഭാവികമല്ല, അതിനെ സ്വാഭാവികമായിട്ട് കാണില്ല കേട്ടോ. ഇതുവരെ കേസ് എടുത്തിട്ടില്ല, കേസ് എടുത്താലുള്ള കാര്യമാണ്. അഭിലാഷ് അങ്ങനെ പറയരുത്. പാട്ടുമായി ബന്ധപ്പെട്ട് ഒരാൾ നിയമപരമായ ആ കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. നിയമപരമായ ഒരാൾ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ നിയമപരമായി പരിശോധിക്കാൻ പാടില്ല എന്നും പറയേണ്ട കാര്യമില്ല. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ RV ബാബു, തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ രാഷ്ട്രീയ കക്ഷികളെല്ലാം ഈ ഒരു സോങ്ങിലേക്കോ അല്ലെങ്കിൽ ശബരിമല വിഷയത്തിലേക്കോ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? വസ്തുനിഷ്ഠമായി പരിശോധിച്ചാൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പല മാനങ്ങളുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് സർക്കാരിനോടുള്ള വിപ്രതിപത്തി അത് എല്ലാ മേഖലകളിലും ഉണ്ടായിരുന്നു. അതിന്റെ റിഫ്ലക്ഷൻ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്നുള്ളതാണ്. ശബരിമല അതിൽ ഒരു കാരണം മാത്രമാണ്, മറ്റനേകം കാരണങ്ങളുണ്ട്. ഒരു പക്ഷേ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം പുറത്ത് വരാതിരുന്നു എന്ന് വിചാരിക്കുക, അയ്യപ്പ സംഗമം നടന്നില്ല എന്ന് വിചാരിക്കുക, വലിയ വ്യത്യാസമൊന്നും ഈ റിസൾട്ടിൽ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകുമായിരുന്നില്ല. ഇതിൽ മാത്രമായിട്ട് കെട്ടിയിടപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഗുണകരമാകുമോ? 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയം ശബരിമലയായിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇതെല്ലാം ശബരിമലയിൽ കേന്ദ്രീകരിക്കേണ്ട കാര്യമുണ്ടോ? അല്ല അഭിലാഷേ, ഇതിനകത്തൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം ശബരിമലയാണ്, സ്വർണ്ണക്കൊള്ളയാണ്. അത് ഒന്ന് ശബരിമലയും അയ്യപ്പനുമൊക്കെ നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ മതഭേദമന്യേ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഒരു വികാരം തന്നെയാണ്. സ്വാഭാവികമായിട്ടും മറ്റ് വിഷയങ്ങൾ അഭിലാഷ് പറഞ്ഞ പോലെ തീർച്ചയായിട്ടും മറ്റ് വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുമായിരുന്നു, മറ്റ് വിഷയങ്ങൾ അവരുടെയൊക്കെ മനസ്സിലുണ്ട്. പക്ഷേ ശബരിമല കൂടി വരുമ്പോൾ ഈ ഒട്ടകപ്പുറത്തെ അവസാനത്തെ വൈക്കോല് എന്ന പോലെ ആ ശബരിമല കൂടി വന്നപ്പോൾ ആ ആഘാതം, അതായത് വീഴ്ചയുടെ ആഘാതം വളരെ വലുതായി എന്നുള്ളതാണ് സത്യം. ശബരിമല ഇല്ലായിരുന്നെങ്കിൽ വീഴുമായിരുന്നു എന്ന് ചോദിച്ചാൽ വീഴുമായിരുന്നു, സംശയമൊന്നുമില്ല. പക്ഷേ ഇത്രമാത്രം വലിയ വീഴ്ച CPM ഉണ്ടാകാനുള്ള ഒരു കാരണം ശബരിമലയിലെ ഈ കൊള്ളയും കൊള്ളിവെപ്പുമാണ് എന്നുള്ള കാര്യത്തിൽ ഞാൻ സംശയിക്കുന്നില്ല. അപ്പം അതുകൊണ്ട്
ഈ യഥാർത്ഥത്തിൽ CPM-ന്റെ CPM-ന് ഈ പാട്ടിറങ്ങിയ സമയത്ത് ഇല്ലാത്ത വെപ്രാളം തെരഞ്ഞെടുപ്പിന് ശേഷം പരാജയപ്പെട്ട് അങ്ങേയറ്റം തകർന്ന് തരിപ്പണമായ ഒരു അന്തരീക്ഷം ഉണ്ടായപ്പോൾ ആണ് CPM ഇപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത്. അന്ന് ഈ പാട്ടിറങ്ങിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 2 ആഴ്ചക്കാലങ്ങളിലായിട്ടുണ്ട്. ഈ 2 ആഴ്ചക്കാലത്ത് ഇല്ലാത്ത പരാതി ഇപ്പോൾ വരാൻ കാരണം തെരഞ്ഞെടുപ്പ് ശേഷം ഈ പാട്ട് ഒരുപാട് തിരിച്ചടികൾക്ക് കാരണമായി എന്നുള്ള വിലയിരുത്തലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കണം. അപ്പോൾ ആ സമയത്താണ് ഈ പാട്ടിനെതിരായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരുന്നത്. അതിനവർ പല കാരണങ്ങൾ പറയുന്നു മാത്രം, പല കാരണങ്ങൾ കണ്ടെത്തുന്നു മാത്രം. ഇവിടെ ഞാനിവിടെ സനോജിന്റെ നിലപാടിനെ കുറിച്ചൊക്കെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം, ഞങ്ങൾ ഈ വിമർശനങ്ങളൊക്കെ നടത്തുമ്പോൾ അന്ന് ഞങ്ങളോടുള്ള സമീപനം എന്തായിരുന്നു CPM-ന്റെ? ഇപ്പോൾ ഗണപതി മിത്താണ് എന്നുള്ള വിഷയം ഷംസീർ പറഞ്ഞു പോട്ടെ, ഒരു പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ് എന്ന് വിചാരിച്ച് തള്ളിക്കളയാമായിരുന്നു. പക്ഷേ അങ്ങനെയല്ലല്ലോ. MV ഗോവിന്ദനെ പത്രക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഗണപതി മിത്താണ്. അള്ളാഹു മിത്താണോ എന്ന് ചോദിച്ചപ്പോഴോ അള്ളാഹു മിത്തല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ സെലക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറയുന്ന കാര്യത്തിൽ പോലും സെലക്റ്റീവായിട്ടുള്ള ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം എടുത്ത് പ്രയോഗിക്കുമ്പോൾ എതിരായിട്ടാണ് ഞങ്ങൾ പലപ്പോഴും രംഗത്ത് വരാറുള്ളത്. നിങ്ങളുടെ സെലക്റ്റീവായിട്ടുള്ള നിലപാടുകൾ, സെലക്റ്റീവായിട്ടുള്ള ചില ആ ഒരു സ്റ്റാൻഡ്, അതിനെതിരായിട്ട് ഞങ്ങൾ പലപ്പോഴും നിലപാട് വരുന്നു. ഇപ്പോൾ തന്നെ അഭിലാഷ്, നമ്മുടെ എം ഹുസൈൻ്റെ ചിത്രങ്ങൾ എന്നിറങ്ങിയതാണ് അഭിലാഷിന് ഓർമ്മയുണ്ടോ? 1978-കളിലാണ് അദ്ദേഹം ചിത്രം വരച്ചത്. അന്ന് ആ ചിത്രങ്ങൾക്കെതിരെ ഈ പറയുന്ന വിരോധം ഉണ്ടായിരുന്നില്ല. പക്ഷെ പലപ്പോഴും ഈ രാഷ്ട്രീയ സാംസ്കാരിക നായകന്മാരുടെ ഇരട്ടത്താപ്പുമായി ബന്ധപ്പെട്ടാണ് ഹൈന്ദവ സംഘടനകൾക്ക് ഇത്തരം കാര്യങ്ങൾക്കെതിരായിട്ടുള്ള നിലപാട് പലപ്പോഴും എടുക്കേണ്ടി വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഞങ്ങൾ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് അല്ലെങ്കിൽ ഇതൊന്നും കേട്ട് കുട്ടികൃഷ്ണമാരായുടെ ഭാരതപര്യടനം വായിച്ച് വളർന്നവരാണ് ഞങ്ങളൊക്കെ. അതിനപ്പുറത്തേക്കുള്ള വിമർശനമൊന്നും ആരും നടത്തിയിട്ടില്ല. അപ്പൊ വിമർശനങ്ങളെ അതിന്റെ സതുദ്ദേശത്തോടെ ഉൾക്കൊള്ളാനൊന്നും ഞങ്ങൾക്ക് യാതൊരു മടിയില്ല. പക്ഷെ അത് അപഹാസ്യമാക്കുക, പരിഹാസിക്കുക, അവഹേളിക്കുക, ആക്ഷേപിക്കുക എന്നുള്ള തലത്തിലേക്ക് വരുമ്പോഴാണ് പലപ്പോഴും അതിനെതിരായിട്ടുള്ള നിലപാടുകൾ ഞങ്ങൾ എടുക്കാറുള്ളത്. ഇപ്പൊ ഇവിടെ തന്നെ CPM-ന്റെ ഈ ഇരട്ടത്താപ്പ് ഇത് വളരെ വ്യക്തമായിട്ട് ഞാൻ ചോദിക്കുന്നു. മനുസ്മൃതിയും ഈ പിണറായി വിജയനാണ് സനാതനധർമ്മത്തെ ആക്ഷേപിച്ചത്. പിണറായി വിജയനാണ് സനാതനധർമ്മത്തെയും മനുസ്മൃതിയെയും കൂട്ടിക്കെട്ടി അത് ചാതുർവർണ്ണ്യമാണ് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചത്. ഈ പിണറായി വിജയൻ ഈ മനുസ്മൃതിയിലുള്ളതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള പല കാര്യങ്ങളും മറ്റു പല ഗ്രന്ഥങ്ങളിലുണ്ട്. ഞാനിവിടെ ഈ ചർച്ചയിൽ ഇപ്പോൾ ഏതായാലും ഇത് പറയുന്നില്ല. മറ്റു പല ഗ്രന്ഥങ്ങളിലുണ്ടല്ലോ. സ്ത്രീ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് മറ്റു പല ഗ്രന്ഥങ്ങളിലുണ്ടല്ലോ. പൊതുസമൂഹത്തിലെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇപ്പോൾ ഷാഫി ചാലിയോട് ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു ഇന്നലെ, ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു. അതായത് തെരഞ്ഞെടുപ്പ് പ്രകടനത്തിൽ സ്ത്രീയും പുരുഷനും ചേർന്ന് ഇടകലർന്ന് ഡാൻസ് കളിക്കുന്നത് എതിരായിട്ടുള്ള ഒരു പ്രസ്താവന ഷാഫി ചാലി ഈ ചർച്ചയിലുണ്ടല്ലോ. അത് അവരുടെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വികാരമല്ലേ? അതിനെ സംബന്ധിച്ച് CPM-ഓ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇതൊക്കെ സെലക്റ്റീവായിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതിനെതിരായിട്ട് ഞങ്ങൾ നിലപാട് പറയേണ്ടി വരുന്നു, ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരുന്നു. അതല്ലെങ്കിൽ ഇത്തരത്തിലെ പാട്ടുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞങ്ങളാരും വാളെടുത്തിറങ്ങി പുറപ്പെടാറില്ല. സെലക്റ്റീവ് ആകുമ്പോഴാണ് അതായത് ഈ വഴിയിൽ കെട്ടിയ ചെണ്ടയാണ് ഹിന്ദു സമൂഹം, ആർക്കും കയറി കൊട്ടാം എന്നുള്ള ഒരു ധാരണ പുറത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇതുപോലെ സാംസ്കാരിക നായകർക്ക് രംഗത്ത് വന്നതാണ് യഥാർത്ഥത്തിൽ ഹൈന്ദവ പ്രസ്ഥാനങ്ങളെ ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിച്ചത് എന്ന് ഇനിയെങ്കിലും മാധ്യമങ്ങൾ ഉൾപ്പെടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എനിക്കതാണ് പറയാനുള്ളത്. പലപ്പോഴും സെലക്റ്റീവ് ആവുന്ന ഒരു സമീപനം ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനുള്ള മറുപടി. അതുകൊണ്ട് CPM-നുണ്ടായ ഇപ്പോ CPM-ന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? CPM-ന്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിന്റെ പരാജയം താങ്ങാനായിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവര് പല പരാജയപ്പെട്ട സ്ഥലങ്ങളിലും വലിയ അക്രമങ്ങളിലേക്ക് പോയി. പല സ്ഥലത്തും ജയിച്ച സ്ഥാനാർത്ഥിയുടെ വീട് കയറി ആക്രമിക്കാൻ ശ്രമിക്കുന്നു, ബോംബുമായിട്ട് നടക്കുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ. അപ്പൊ പരാജയം ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാതെ ഏതൊക്കെ തരത്തിലാണോ പ്രതികരിക്കുക ആ തരത്തിലൊക്കെ പ്രതികരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ്. ഇത് പൊതുസമൂഹത്തിന് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. CPM എവിടെ എത്തി നിൽക്കുന്നു എന്നതിനെ സംബന്ധിച്ച് CPM ഇന്ന് വളരെ വലിയ ഒരു പ്രതിസന്ധിയിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതിന്റെ നിരാശയും വെപ്രാളവും ഇവിടെ ശ്രീ അഡ്വക്കേറ്റ് MR അഭിലാഷ്, നേരത്തെ എന്തുകൊണ്ട് ഈ കാര്യത്തിൽ മതവികാരം വ്രണപ്പെടുത്തൽ എന്ന ആരോപണം നിലനിൽക്കില്ല എന്ന് താങ്കൾ വളരെ യുക്തിഭദ്രമായി വിശദീകരിച്ചു. രണ്ടാമത്തേത് ജനപ്രാതിനിധ്യ നിയമമാണ്. ഞാൻ ഓർക്കുന്നു 2004 PC തോമസ് മൂവാറ്റുപുഴയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആ തെരഞ്ഞെടുപ്പ് പിന്നീട് സുപ്രീം കോടതി റദ്ദാക്കി.
അതിലുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം പി സി തോമസ് മാർപ്പാപ്പയോടൊപ്പം നിൽക്കുന്ന ചിത്രം, അതുപോലെ തന്നെ ക്രൈസ്തവ ബിംബങ്ങളെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതായിരുന്നു തെരഞ്ഞെടുപ്പ് കേസിലെ പ്രധാനപ്പെട്ട ചാർജ്. അദ്ദേഹത്തിന് എതിർ സ്ഥാനാർത്ഥി ആ തെരഞ്ഞെടുപ്പ് കേസിൽ വിജയിച്ചു. മതപരമായ ബിംബങ്ങളെ ഉപയോഗിച്ചത് കൊണ്ടാണ് അങ്ങനെ അന്ന് ആ തെരഞ്ഞെടുപ്പ് കേസിൽ പി സി തോമസ് തോറ്റുപോയത്. പിന്നീട് ഈ അഴീക്കോട് തെരഞ്ഞെടുപ്പ് കേസിൽ അതിൽ ഹൈക്കോടതി വിധി ഉണ്ടായിരുന്നു, സുപ്രീം കോടതി വിധി പറഞ്ഞിട്ടില്ല. അഴീക്കോട് കേസിൽ ഒരു നോട്ടീസിൽ KM ഷാജി നടത്തിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് അഭ്യർത്ഥനയിൽ ചില മതപരമായ പരാമർശങ്ങൾ, ഇവിടെ മുസ്ലിം ലീഗ് ജയിച്ചാൽ അല്ലാതെ അല്ലെങ്കിൽ നിങ്ങൾ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്തില്ലെങ്കിൽ സിറാത്തിന്റെ പാലം കടക്കാൻ കഴിയില്ല എന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ വന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി. ഇപ്പോൾ CPM ഈ മതവികാരം വ്രണപ്പെടുത്തി എന്ന ആംഗിളിലല്ല നിയമ നടപടിക്ക് പോകുന്നത്, മറിച്ച് മതപരമായ ബിംബങ്ങളെ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇവിടെ അയ്യപ്പൻ, സ്വർണം കട്ടവരാരപ്പ സഖാക്കളാണ്, അയ്യപ്പനോടൊരു ഒരു അഭ്യർത്ഥന നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രയർ നടത്തുന്നുണ്ട്. ഇത് മതവികാരത്തെ ഉപയോഗിക്കലാണ്, മതബിംബങ്ങളെ ഉപയോഗിക്കലാണ് എന്ന നിലയിൽ ഒരു നിയമ നടപടിക്ക് പോയാൽ നിലനിൽക്കുമോ? ശ്രീ അഭിലാഷ്, ഇവിടെ അയ്യപ്പൻ്റെ പേരിൽ വോട്ട് ചോദിക്കുക എന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ അത് നിയമത്തിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യമല്ല. ഇപ്പോൾ ഇവിടെ സഖാക്കൾ എന്ന് പറയുമ്പോൾ തന്നെയും നമ്മൾ രാഷ്ട്രീയ വിഷയങ്ങൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ ആ വാക്കിനെയും ഈ ഒരു പർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടിയെയും ക്ലിയറായിട്ട് ബന്ധപ്പെടുത്തുന്നതായിട്ടൊന്നുമില്ല. സഖാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട് എന്നുള്ളതാണ്. മലയാളം അത് ബേസിക്കലി അത് സാൻസ്ക്രിറ്റിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ടുള്ള വാക്കാണ്. സഖ, സഖി, അത് രണ്ടും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആൺ സുഹൃത്താണെന്നുണ്ടെങ്കിൽ സഖ, അല്ലെങ്കിൽ സഖി പെൺ സുഹൃത്താണെന്നുണ്ടെങ്കിൽ. അപ്പോൾ സഖാക്കളാണേ അയ്യപ്പ എന്ന് പറയുമ്പോൾ CPM-കാരാണേ അയ്യപ്പ, അല്ലെ കോൺഗ്രസ്സുകാരാണേ അയ്യപ്പ, അല്ലെ BJP-കാരാണേ അയ്യപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിലൊരു യുക്തി അവിടെ കാണാൻ കഴിയും. അപ്പോൾ മലയാളത്തിലൊരു വാക്കിനെ അസച്ച് നമുക്കൊരു പാർട്ടിയുമായിട്ട് കൂട്ടിക്കെട്ടാൻ കഴിയില്ല. പിന്നെ അയ്യപ്പൻ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള കാണിച്ചത് കൊണ്ട് അയ്യപ്പൻ്റെ പേരിൽ എനിക്ക് വോട്ട് തരണം എന്നൊരു വ്യക്തി പറയുകയാണെങ്കിൽ അവിടെ നിയമപരമായിട്ടുള്ള പ്രശ്നമുണ്ട്. മതത്തിനെ ഇൻവോക്ക് ചെയ്ത് വോട്ട് തേടിയതായിട്ട് വരും. പക്ഷേ ശബരിമല എന്ന് പറയുന്ന ആ ഒരു ആരാധനാ സ്ഥലത്ത് സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം നടക്കുന്നത്. ഈ സംരക്ഷകരായി വർത്തിക്കേണ്ട വ്യക്തികൾ പലരും ഇന്ന് ജയിലറകളിൽ ഉറങ്ങുകയാണ്. അപ്പൊ ആ വിഷയം ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഈ വിഷയത്തിൽ വരുന്നുണ്ട്. അപ്പോ ഞാൻ അത് നൽകിയതിനു ശേഷം ഞാൻ അങ്ങയിലേക്ക് തന്നെ വരാം. അഡ്വക്കേറ്റ് MR അഭിലാഷ്, BNS 299 അനുസരിച്ചിട്ടാണ് കേസ് എടുത്തിട്ടുള്ളത്. ആ FIR-ൽ പറയുന്നത് മതവിശ്വാസ സമൂഹത്തെ പരസ്പരം ഇളക്കി വിട്ടു ഈ പാട്ട് എന്നുള്ളതാണ്. ശരണമന്ത്രത്തെ തെറ്റായി ചിത്രീകരിച്ചു, അങ്ങനെ ഹിന്ദു മതവിശ്വാസിയായ ആവലാതിക്കാരന് ബുദ്ധിമുട്ട് നേരിട്ടു എന്ന് FIR-ൽ പറയുന്നു. നമ്മൾ കാണേണ്ടത്, പറയുന്നതിൽ അങ്ങനെ തെറ്റൊന്നുമില്ല, 4 പ്രതികളും ഈ കേസിൽ പ്രതി ചേർത്തിരിക്കുന്ന 4 പ്രതികളും ഹൈന്ദവേതര വിശ്വാസികളാണ് താനും. ഇത് വളരെ മോശമായ ഒരു പ്രീസിഡന്റ് അല്ലേ ഉണ്ടാക്കുക? ശ്രീ അഭിലാഷ്, സന്ദേശം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് പോളണ്ടിനെ കുറിച്ച് മിണ്ടിപ്പോരുന്നൊരു പരാമർശമുണ്ട്. അപ്പോൾ അതുപോലെ ശബരിമലയെക്കുറിച്ച് ആരും മിണ്ടാൻ പാടില്ല, ശബരിമലയിൽ നടത്തിയിരിക്കുന്ന സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ആരും മിണ്ടാൻ പാടില്ല എന്നുള്ള പോലീസിൻ്റെ ഒരു ദുശാഠ്യമാണ്. വളരെ വൃത്തികെട്ട ഒരു തീരുമാനമാണ് പോലീസ് എടുത്തിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ, ഞാൻ നേരത്തെ പറഞ്ഞു, DGP-ക്ക് അത്രയും അറിയില്ല എന്നുണ്ടെങ്കിൽ, ഈ ജഡ്ജ്മെന്റിനെ കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ, ഇമ്രാൻ പ്രതാപ്ഗഡി കേസിൽ സുപ്രീം കോടതിയുടെ വിധി വായിച്ചു കഴിഞ്ഞാൽ ഈ FIR അദ്ദേഹം മടക്കി പോക്കറ്റിൽ വെക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇറ്റ്സ് എ ബൗണ്ടൻ ഡ്യൂട്ടി ഓഫ് ദ കോർട്സ് ടു എൻഷോർ ദാറ്റ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ദ സിറ്റിസൺസ് ആർ നോട്ട് ട്രാമ്പിൾഡ് അപ്പോൺ. അതായത് പൗരന്മാരുടെ മൗലികാവകാശം ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അത് അടിച്ചമർത്തുന്നത് അനുവദിക്കരുത് എന്നുള്ളത് കോടതികളുടെ ഉത്തരവാദിത്വമാണ്. സ്വതന്ത്രമായ ആവിഷ്കാര അഭിപ്രായ സ്വാതന്ത്ര്യമില്ലെങ്കിൽ ഭരണഘടനയുടെ 21-ാം വകുപ്പ് പ്രകാരം അന്തസ്സോടുകൂടി ഒരു ജീവിതം സാധ്യമല്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഇനി ഈ FIR രജിസ്റ്റർ ചെയ്തതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയോ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയോ ഈ FIR സെറ്റിൽഡ് ലോ ആണ്. ഈ FIR അനൾ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കേരളത്തിൻ്റെ അടുത്ത ഇലക്ഷനിലെ രാഷ്ട്രീയ ഗാനമായിട്ട് തന്നെ ഒരുപക്ഷെ ഇത് ഇവോൾവ് ചെയ്ത് വരും. എന്തിനെ പ്രതിരോധിക്കാനായിട്ടാണോ ഇങ്ങനെ ചെയ്തത് അതിലേക്ക് തന്നെ ഇത് നയിക്കുന്ന തരത്തിൽ ഒരു തരത്തിലും ആ പാട്ട് ലൈൻ ബൈ ലൈൻ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിക്കോ, അതിനകത്ത് ഒരു തരത്തിലും അയ്യപ്പസ്വാമിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലോ ശബരിമലയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലോ ഒരു പരാമർശവുമില്ല. ഈ ഇമ്രാൻ പ്രതാപ്ഗഡി കേസിൽ സോളിസിറ്റർ ജനറൽ സുപ്രീം കോടതിയിൽ പറയുകയുണ്ടായി, സുപ്രീം കോടതി ഇത് അസാധുവാക്കി കളയുമെന്നും ബോധ്യമായപ്പോൾ പറയുകയുണ്ടായി, പോലീസുകാർക്ക്
പാട്ടൊക്കെ കണ്ട് വ്യാഖ്യാനിക്കുവാനുള്ള മനസ്സിലാക്കുവാനുള്ള അത്രയും ഒരു ഉണ്ടാവില്ല, അത്രയും നമ്മൾ അവരിൽ നിന്നും പ്രതീക്ഷിക്കരുതെന്ന്. അപ്പോൾ കേരള പോലീസിനും കേരളത്തിൻ്റെ DGPക്കും ഒരു പാട്ട് കേട്ട് കഴിഞ്ഞ് അത് മനസ്സിലാക്കി അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള കഴിവില്ല എന്ന് നാളെ കോടതിയിൽ അവസാനം സബ്മിറ്റ് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത് വഴിതെളിക്കും. ഇതൊരു തരത്തിലും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയാത്ത, ലോയിൽ സസ്റ്റൈനബിൾ അല്ലാത്ത, ആർട്ടിക്കിൾ 19(1)A പല്ല് പറിക്കുന്ന തരത്തിലുള്ള ഒരു FIR ആണ് ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തികച്ചും അൺഫോർച്ചുനേറ്റ് ആണ്. അബ്യൂസ് ഓഫ് ദ പ്രോസസ് ഓഫ് ലോ, നിയമത്തിൻ്റെ ഏറ്റവും അനാരോഗ്യകരമായിട്ടുള്ള ദുരുപയോഗമായിട്ട് ഈ തീരുമാനത്തിനെ ചരിത്രം വിലയിരുത്തും. കാത്തിരുന്ന് നമുക്ക് കാണാം. തീർച്ചയായിട്ടും വളരെ ശരിയായ നിരീക്ഷണം. നിയമം ഇങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ളതാണോ? അതും കമ്മ്യൂണലി സെൻസിറ്റീവായ ഒരു വിഷയത്തിൽ സർക്കാരിന്റെ നിർബന്ധ ബുദ്ധിയില്ലാതെ പോലീസ് സ്വമേധയാ അങ്ങനെ ഒരു ഇത്തരം വകുപ്പുകളൊക്കെ ചേർത്ത് കേസ് ഇടുമോ? എനിക്ക് സംശയമാണ്. ശ്രീ ഷാഫി ചാലിയം, FIR വായിച്ചു കേട്ടല്ലോ താങ്കൾ. ശരണമന്ത്രത്തെ വികലമായി ചിത്രീകരിച്ചു, മതവിശ്വാസ സമൂഹത്തെ പരസ്പരം ഇളക്കി വിട്ടു, ഹിന്ദുമത വിശ്വാസിയായ ആവലാതിക്കാരന്റെ മതവികാരത്തെ വ്രണപ്പെടുത്തി തുടങ്ങിയ കാര്യങ്ങൾ ചേർത്താണ് FIR ഇട്ടിരിക്കുന്നത്. BNS 299 അനുസരിച്ച് മതസ്പർദ്ധ ഉണ്ടാക്കിയതിനാണ് കേസെടുത്തിരിക്കുന്നത്. GP കുഞ്ഞബ്ദുള്ള ഒന്നാം പ്രതി, ബാക്കിയുള്ള 3 പ്രതികൾ ഈ പാട്ട് അവതരിപ്പിച്ച ആളുകളാണ്. അപകടകരമായ ഒരു കീഴ്വഴക്കമാണ് എന്ന് തോന്നുന്നു. അല്ല, നമ്മുടെ പോലീസിൻ്റെ ഒരു ഗതികേടാണ്. ആലോചിച്ച് നോക്കുക നിങ്ങൾ. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇവിടുത്തെ ഗവൺമെൻറ് ഇത്രയധികം ജനരോഷം ഉണ്ടായിട്ടും ശക്തമായ തിരിച്ചടി ഉണ്ടായിട്ടും അവർ ഒന്നും പാഠം പഠിക്കുന്നില്ല. അവർ കൂടുതൽ അപകടത്തിലേക്കാണ് പോകുന്നത്. മലയാളിയുടെ പൊതുബോധ്യത്തെയാണ്, അതിന് നേരെയാണ് ഇവർ ഈ പല്ലിളിക്കുന്നത്. ഇനിയിപ്പോൾ എന്താ സംഭവിക്കുക ഈ പാട്ടിൻ്റെ മേലെ ഈ FIR ഇട്ട് ഇവരെ പോലീസ് കേസിൽപ്പെടുത്താനാണ് തീരുമാനമെങ്കിൽ കേരളം മൊത്തം ദേശീയഗാനം മാതിരി ഈ പാട്ടിങ്ങനെ പരന്നൊഴുകും. ഇനി അവിടേക്കാണ് അത് പോണത്. കാരണം ഇവരെ അസഹിഷ്ണുതയാണ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട, അഭിലാഷ്, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം നമ്മുടെ പറയാം. ഇന്ന് ഒരാളുടെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. അതായത് നമ്മുടെ കേരള ടൂറിസം വകുപ്പിൻ്റെ മുൻ ഡെപ്യൂട്ടി ഡയറക്ടറായ പ്രശാന്ത് വാസുദേവ്, അദ്ദേഹം ഒരൊറ്റ കാര്യം അതിൽ പറയുന്നുണ്ട്. അവിടെയാണ്, അതായത് രാമായണത്തിനോ മഹാഭാരതത്തിനോ ഗീതക്കോ ഒന്നുമല്ല ഇവിടെ പാരഡി ഉണ്ടായിരിക്കുന്നത്, ഒരു ഭക്തിഗാനത്തിനാണ്. അതും ഭഗവാനെ കൊള്ളയടിച്ചവരെ അധിക്ഷേപിച്ചുകൊണ്ടാണ്, അല്ലാതെ സാക്ഷാൽ ധർമ്മശാസ്താവിനെ അധിക്ഷേപിച്ചുകൊണ്ടല്ല. ഒരു അയ്യപ്പ ഭക്തനെയും മുറിവേൽപ്പിക്കേണ്ടതായി ഇതിൽ ഒന്നും കാണാൻ എനിക്ക് കഴിയുന്നില്ല. അതിലെ വസ്തുതകളും ചില വാക്കുകളും ചിലർക്ക് പ്രകോപനപരം ആകുന്നത് മനസ്സിലാക്കാം. പോറ്റിയെ കയറ്റിയതും സ്വർണം ചെമ്പായി മാറ്റിയതും സ്വർണ്ണപ്പാളികൾ മാറ്റിയതും ആചാരങ്ങൾ ലംഘിക്കാൻ ചിലരെ മല കയറ്റിയതും സത്യമല്ലെങ്കിൽ നമുക്ക് ഈ പാരഡിക്കെതിരെ ഉറഞ്ഞുതുള്ളാം. ഒരു സാഹിത്യ മൂല്യവുമില്ലാത്ത ഈ പാരഡി പോപ്പുലർ ആയത് അത് ലക്ഷക്കണക്കിന് വിശ്വാസികളെ നോവിച്ച ഒരു വിഷയം കൈകാര്യം ചെയ്തുകൊണ്ടും അതിന് തെരഞ്ഞെടുത്ത ട്രാക്ക് പോപ്പുലറായ ഒരു ഭക്തിഗാനത്തിൻ്റെത് ആയതുകൊണ്ട് മാത്രമാണ്. ഇതിന് നമ്മൾ പഠിക്കാനുള്ള എന്താ അറിയോ? MR അഭിലാഷ് അത് പറഞ്ഞ് ഞാൻ സൂചിപ്പിച്ചു. ഇതിന് കേസിന് പോകാൻ സ്കോപ്പുള്ളത് ആർക്കാ? ഈ പാട്ടിൻ്റെ ഒറിജിനൽ തയ്യാറാക്കിയ സംവിധായകനും അതിൻ്റെ നിർമ്മാതാവിനും ഒരു പക്ഷേ ഈ കോപ്പിറൈറ്റ് വെച്ചുകൊണ്ട് പോകാൻ പറ്റും. വേറെ ആർക്ക് ഇതിനെതിരെ കേസ് വരാൻ പറ്റും? ഇനി എന്തെടുത്താൽ തന്നെ അതൊക്കെ ഒരു ജലരേഖ അല്ലാതെ കൂടുതൽ CPM വളരെ മോശമായ തലത്തിലേക്ക് പോവാണ്. ആ പാർട്ടി ലിക്വിഡേറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതയെ കാണുന്നത്. ഇനി അടുത്ത അസംബ്ലിക്ക് കാണണമെങ്കിൽ ഇവർക്ക് ഗാലറി പാസ് വാങ്ങേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഇത്രയധികം ഈ 4 വരികൾ ഇവരെ വിറപ്പിച്ചെങ്കിൽ ഇവർ പറയണെന്താ, ഇതിൽ അയ്യപ്പൻ എന്ന വാക്കുണ്ട്, അതുകൊണ്ട് സ്പർദ്ധയുണ്ടെന്നാ. അയ്യപ്പൻ വിമർശനമുണ്ടോ? ഇല്ല. അയ്യപ്പനോട് ആവലാതി പറയുന്നു അല്ലേ? ഇവരെ പ്രശ്നം ആർക്ക് പൊള്ളിയത്? അയ്യപ്പനല്ല പൊള്ളിയത്. ജയിലിൽ കിടക്കുന്ന ഇപ്പോഴും പാർട്ടി തെറ്റുകാരല്ല, സ്വർണം കട്ടതൊന്നും കുഴപ്പമില്ല എന്ന നിലപാട് പാർട്ടി സ്വീകരിച്ചു. അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്നവനെ പുറത്താക്കണ്ടേ? പുറത്താക്കാത്ത എന്തുകൊണ്ടാണ്? വളരെ കൃത്യമാണ്. ഇവരെയാണ് നോവിക്കുന്നത് ഈ പാട്ട്. ഇവരെ നോവിച്ചാൽ എങ്ങനെ മതവികാരം വ്രണപ്പെടുക? ഞങ്ങൾക്ക് മനസ്സിലാവില്ല. അയ്യപ്പൻ എന്ന പേര് ആ പാട്ടിലുണ്ട് എന്നതാണ് രാജു എബ്രഹാം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏകദേശം UDF ഭരിക്കുന്ന കാലത്ത്, കോൺഗ്രസ് ഭരണകാലത്ത് കൈരളി TV-യിൽ കലാഭവൻ മണിയും നാദർശിയും പാടിയ പാട്ടുണ്ട്. K. കരുണാകരനെ ട്രോളിക്കൊണ്ട് അയ്യപ്പ അയ്യപ്പ എന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഏറ്റവും ഒരു പരാതിയായിട്ട് എന്നാൽ ഈ പോലീസ് എന്ത് ചെയ്യും? ഈ സൈബർ പോലീസ് എന്ത് ചെയ്യും? അതിന് FIR ഇടുമോ? കലാഭവൻ മണി ഇനി കിട്ടില്ല. ഇനി നാദർശനെ നോക്കിയാൽ എത്തേണ്ടി വരും. നിങ്ങൾക്കാവാം അല്ലേ? നിങ്ങൾക്ക് എന്തും ആവാം. ഏത് ദൈവത്തിനെയും ഏത് സംസ്കാരത്തിനെയും ഏത് പ്രവാചകനെയും എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം.
സൈഡിൽ നിന്നുള്ള വിമർശനം ഈ കേസ് എങ്ങനെ മുന്നോട്ട് പോകും? ഒരു പരാമർശം ഉണ്ടായി നിങ്ങൾക്ക് സഹിക്കുന്നില്ല. കയ്യിലുള്ള പോലീസിനെ വെച്ചിട്ട് നിങ്ങളാണ്ട് മൂക്കിൽ വലിച്ച് കയറ്റുന്ന വിചാരിക്കണേ. കേരള ജനത മൊത്തം ഈ 4 പേരെ കൂടെ ഉണ്ടാവും. ശരി, മനസ്സിലാക്കിക്കോ. ശരി, ഓക്കെ. ശ്രീ സനോജ്, ഇത് ശരിയായിട്ടുള്ള കീഴ്വഴക്കമാണോ? നോക്കൂ, 1-ാം പ്രതി GP കുഞ്ഞബ്ദുള്ള, 2-ാം പ്രതി ഡാനിഷ് മലപ്പുറം, 3-ാം പ്രതി CMS മീഡിയ, 4-ാം പ്രതി സുബൈർ പന്തല്ലൂർ. ഇവർ ചെയ്തിരിക്കുന്ന കുറ്റം മതവിശ്വാസ സമൂഹത്തെ പരസ്പരം ഇളക്കിവിട്ടു, ശരണമന്ത്രത്തെ വികലമായി ചിത്രീകരിച്ചു, വിദ്വേഷമുണ്ടാക്കാൻ പരിശ്രമിച്ചു, ഹിന്ദുമത വിശ്വാസിയായ ആവലാതിക്കാരന്റെ മതവികാരത്തെ വ്രണപ്പെടുത്തി. അങ്ങനെയാണ് BNS 299 അനുസരിച്ച് കേസ് വരുന്നത്. ഒരു പാട്ടിന്റെ പേരിൽ ഇങ്ങനെ ഈ തരത്തിൽ മതവിദ്വേഷമുണ്ടാക്കി സമൂഹത്തിൽ 2 വിഭാഗങ്ങളെ ഇളക്കിവിട്ടു, കലാപമുണ്ടാക്കി എന്ന മട്ടിലൊക്കെ കേസ് ചാർജ് ചെയ്യാൻ പോയാൽ നോക്കൂ, ഇതൊരു പോലീസ് സ്റ്റേറ്റ് ഒന്നും അല്ലല്ലോ, നമ്മുടെ അതൊരു ജനാധിപത്യ സംവിധാനമല്ലേ, ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള ഒരു നാടല്ലേ. ഇങ്ങനെ ഓരോ സാഹിത്യ സൃഷ്ടിയും ഓരോ രചനയും ഓരോ പ്രസംഗവും ഓരോ വാക്കും ഈ തരത്തിൽ കേസായാൽ പിന്നെ ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുമോ? ഞാൻ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഷാഫി ചാലിയത്തിൻ്റെ ക്ലാസ് ഇങ്ങനെ കേൾക്കുകയായിരുന്നു. ഷാഫി ചാലിയം അല്പം ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒരു അക്ഷരം പറയാനുള്ള ആർജവമോ അതിൻ്റെ അവകാശമോ നിങ്ങൾക്കില്ല. 1994 കരുണാകരൻ അന്ന് ആകാശവാണിയിലെ ഒരു ജീവനക്കാരനെ എവിടത്തേക്കാണ് ട്രാൻസ്ഫർ ആക്കിയത്? അൻഡമാൻ നിക്കോബാർ ദ്വീപിലേക്കാണ്. എന്തായിരുന്നു കാരണം? ഒരു നാടകം അത് വീണ്ടും ആ ആകാശവാണിയിൽ കൂടി പ്രക്ഷേപണം നടത്തിയെന്ന കുറ്റം. കിങ്ങിണിക്കുട്ടൻ എന്നൊരു കഥാപാത്രം അത് മുരളീധരനെ ഉദ്ദേശിച്ചിട്ട് ഉണ്ടാക്കിയ നാടകമാണ് എന്ന് ഒരു വിഭാഗം ആളുകൾ ഉന്നയിച്ചു, അല്ലേ? അന്നൊന്നും ഈ ഷാഫി ചാലിയത്തിന് മുസ്ലിം ലീഗ് എവിടെയായിരുന്നു? അന്ന് മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ടിട്ടില്ലേ? പൂവച്ചൽ ഖാദറിൻ്റെ ഒരു ഗാനം, അത് വിഖ്യാതനായിട്ടുള്ള സംഗീത സംവിധായകൻ MS ബാബുരാജാണ് ഈണം സംഗീതം പകർന്നത്. ആ സിനിമാ പാട്ട് നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് മുറവിളി കൂട്ടിയത് ആരാണ്? അതിനകത്ത് സർക്കാരിൻ്റെ ഇടപെടൽ നടത്തിയത് ആരാണ്? ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സിനിമാ പാട്ടിനെ ഭയന്നിട്ടുണ്ട്, റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത നാടകത്തെ നിങ്ങൾ ഭയന്നിട്ടുണ്ട്, ആ പ്രക്ഷേപണം ചെയ്യാൻ നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥരെ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, നിരവധി ഇടപെടലുകൾ നിങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരു കേസെടുത്തപ്പോൾ അയ്യോ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മൊത്തം അവകാശികൾ തങ്ങളാണ് എന്ന് പറഞ്ഞുള്ള പ്രസംഗം, അങ്ങനെ ആവിഷ്കാര സ്വാതന്ത്ര്യം തടയുന്ന ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഷാഫിയോടാണ് ഞാൻ മറുപടി പറയാം. അഭിലാഷ്, ഞാൻ മറുപടി പറയാം. ക്ലാസ് എടുത്തല്ലോ ഷാഫി. ഇപ്പോ എനിക്ക് മറുപടി ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലല്ല മറുപടി നിങ്ങൾ അവസരത്തിൽ പറഞ്ഞോളൂ. ഞാൻ നിങ്ങളുടെ അവസരത്തിൽ പറഞ്ഞില്ലല്ലോ. ഇപ്പൊ ഷാഫി ചാലിയം ഇങ്ങനെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വല്ലാതെ പ്രസംഗിക്കുമ്പോൾ ഇത്തരം കുറച്ച് ചരിത്രമൊക്കെ ഉണ്ടെന്ന് ഷാഫി ചാലിയത്തെ ഞാൻ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ ഗതികേടല്ലേ അഭിലാഷ്? കോൺഗ്രസ് ഇവിടെ നിൽക്കുന്നു, ഈ UDF എവിടെ നിൽക്കുന്നു, ലീഗ് എവിടെ നിൽക്കുന്നു? എത്രമാത്രം വർഗീയ പ്രചരണമാണ് ഇവർ നടത്തിയത്? ജാതീയമായ ഇടപെടൽ ഈ ലീഗിന്റെ ഈ ഷാഫി ചാലിയത്തിന്റെ പാർട്ടി നടത്തിയില്ലേ? ഞാൻ പറഞ്ഞുതരാം. ഇവിടെ പാലക്കാട് വിളയൂർ എന്ന് പറയുന്ന പഞ്ചായത്ത്, ആ പഞ്ചായത്തിന്റെ ഭരണമാറ്റം ഉണ്ടായപ്പോൾ അവിടെ എന്താ നടത്തിയത്? പുണ്യാഹം തെളിച്ചില്ലേ? ചാണകവെള്ളം തെളിച്ചിട്ട് ശുദ്ധീകരിച്ചില്ലേ? ആരാ ഇത് നേതൃത്വം കൊടുത്തത്? ഷാഫി ചാലിയത്തിന്റെ പാർട്ടിയാണ്. ഷാഫി ചാലിയത്തിന്റെ പാർട്ടി ജാതീയമായിട്ടുള്ള ആചാരങ്ങൾ വിജയാഘോഷത്തിന്റെ ഭാഗമായി കൊണ്ടുവന്നു. പല ചാനലും ഒന്നും പ്രക്ഷേപണം ചെയ്തിട്ടില്ല. അത് CPMന്റെ ഭാഗമായി നിൽക്കുന്ന ആരെങ്കിലും ആണോ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അന്നത്തെ അന്തിച്ചർച്ച ഇതാവുമായിരുന്നു. പക്ഷേ ലീഗിന്റെയും കോൺഗ്രസിന്റെയും ആളുകൾ ജാതീയമായ ആചാരങ്ങൾ നടത്തിയിട്ട് പഞ്ചായത്ത് ഭരണ സമിതി മാറിയതിനെ, ഒരു ദളിത് പഞ്ചായത്ത് പ്രസിഡന്റ് ഇരുന്ന കസേര, അത് അദ്ദേഹത്തിന്റെ മുറി, ആ പഞ്ചായത്ത് ഓഫീസ് ശുദ്ധീകരിച്ചതിനെ കുറിച്ച് ഷാഫിക്ക് എന്താ പറയാനുള്ളത്? അതുകൊണ്ട് നിങ്ങളാണ് ഈ സമൂഹത്തിനകത്ത് വർഗീയത ഉണ്ടാക്കുന്നത്, ജാതീയമായിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്നത്. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ ആക്ഷേപം എന്താണ്? ഈ തെരഞ്ഞെടുപ്പിൽ മതപരമായ ബിംബങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നു. മതപരമായ ബിംബങ്ങൾ ഉപയോഗിക്കല്ലേ? അല്ല, മതപരമായ ബിംബം ഉപയോഗിച്ചതല്ലോ കേന്ദ്രമായി കൊണ്ടുവരുന്നത്. മതപരമായ ബിംബം ഉപയോഗിച്ചതല്ലോ ഈ നിയമ നടപടി. സനോജ്, വളരെ ഷോക്കിംഗ് അല്ലേ ഈ FIR? വളരെ ഷോക്കിംഗ് അല്ലേ? 2 സമൂഹങ്ങളെ പരസ്പരം തമ്മിൽ അടുപ്പിച്ചു. ഈ പാട്ട് എങ്ങനെയാണ് 2 സമൂഹങ്ങളെ തമ്മിൽ അടുപ്പിക്കുക? സമൂഹത്തിൽ എങ്ങനെയാണ് ഇത് അസ്വാരസ്യം ഉണ്ടാക്കുക? അതിനാണ് കേസെടുത്തിരിക്കുന്നത്. അത് വളരെ അപകടകരമായ, കേരളം പോലത്തെ ഒരു സമൂഹം അംഗീകരിക്കാൻ പാടുണ്ടോ ആ FIR? ഇത് വളരെ അപായകരമായ, അപകടകരമായ ഒരു കീഴ്വഴക്കമല്ലേ ഉണ്ടാക്കുക? ഞാൻ പറയാം, ലക്ഷക്കണക്കിന് മതവിശ്വാസികൾ, ഹിന്ദു മതവിശ്വാസികൾ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കുന്ന ഇതിനെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഈ ലീഗിന്റെ ആളുകൾ, കോൺഗ്രസിന്റെ ആളുകൾ ഉപയോഗപ്പെടുത്തുന്നു. ആ വിഭാഗത്തിൽപ്പെടുന്ന, ഇത് ഹിന്ദു ഐക്യവേദിയല്ലല്ലോ ഈ കേരളത്തിലെ മൊത്തം വിശ്വാസത്തിന്റെ മൊത്ത കച്ചവടക്കാർ.
ആ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് തങ്ങളുടെ വിശ്വാസ സംബന്ധമായ കാര്യത്തെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്ന് കണ്ടപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഹിന്ദു സമൂഹത്തിൽ ഒരു റഫറൻഡം നടത്തിയെടുത്ത കേസൊന്നുമല്ലല്ലോ. ഇടപെടാൻ വേണ്ടി കഴിയുന്ന രൂപത്തിൽ ഇടപെടും. അത് കേസ് നടക്കട്ടെ. എന്തായാലും ഞാൻ പറയുന്നത് ഇത് വളരെ വളരെ അപായകരമായ ഒരു കീഴ്വഴക്കമാണ് പരാതി ഉണ്ടായല്ലോ. പരാതി ഒരാൾക്കാണെങ്കിലും ഉണ്ടായല്ലോ. ഇത്തരത്തിലുള്ള സാഹിത്യ സൃഷ്ടികളെയോ പാട്ടിനെയോ മതപരമായ നിലയിൽ ചിത്രീകരിച്ച് മതവിദ്വേഷം ഉണ്ടാക്കിയെന്ന് ചിത്രീകരിച്ച് കേസെടുക്കുക, പോലീസിനെ പുറകെ വിടുക എന്ന് പറയുന്നത് വളരെ വളരെ അപായകരമായ കീഴ്വഴക്കം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കും, സാമൂഹ്യ ധ്രുവീകരണം ഉണ്ടാക്കും. ഇതൊരു പോലീസ് സ്റ്റേറ്റ് അല്ല, ഇതൊരു ജനാധിപത്യ സംസ്ഥാനമാണ്, രാജ്യമാണ്. ആർട്ടിക്കിൾ 19(1) ഇവിടെ നിലനിൽപ്പുണ്ട്. ഓർമ്മിപ്പിച്ചുകൊണ്ട് എനിക്കൊരു ഇടവേള എടുക്കാനുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ഞാൻ വരാം. ശ്രീ ആർ വി ബാബു കൈവക്കുന്നുണ്ട്, എനിക്കറിയാം. ഇടവേളയ്ക്ക് ശേഷം വരാം. ചർച്ച അവസാന ഘട്ടത്തിലാണ്. ശ്രീ ആർ വി ബാബു. അല്ല അഭിലാഷേ, ഞാൻ പറഞ്ഞത് ഈ ഉടനെ ഒരു പരാതി കൊടുക്കുക, ആ പരാതിയിൽ മണിക്കൂറുകൾക്കകം കേസെടുക്കുക എന്നുള്ളത് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇവിടെ ഞങ്ങൾ ഒരുപാട് പരാതികൾ ഈ വിദ്വേഷാത്മകമായ പ്രസംഗങ്ങൾ നടത്തി അവഹേളിച്ചു, ഹിന്ദു വിശ്വാസങ്ങളെ അവഹേളിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കൊടുത്ത പരാതിക്ക് ഒരു കേസും നാളെ വരെ എടുത്തിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഇവിടെ ഒരാളെ കൊണ്ട്, ഞാൻ അതുകൊണ്ടായി ആരാണ് പരാതി കൊടുത്തത്? പ്രസാദ്. ഈ പ്രസാദ് ആരാണ്? ഈ പ്രസാദിനെ കൊണ്ട് പരാതി കൊടുപ്പിച്ചത് ആരാണ്? രാജു അബ്രഹാമാണ്. പ്രസാദ് CPM-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇദ്ദേഹത്തിന്റെ അനിയനാ അവിടുത്തെ. ഈ പ്രസാദിനെ കൊണ്ടാ പരാതി കൊടുപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പരാതി കൊടുപ്പിച്ചിട്ട് അത് വിശ്വാസികളുടെ തലയിലേക്ക് ഇടണ്ട. വിശ്വാസികൾക്ക് ആരും ഈ പാട്ടിനെ കുറിച്ച് ഒരു വിഷമവുമില്ല. ഒരു ഹൈന്ദവ സംഘടനയും ഒരു ഭക്തജന സംഘടനകളും ഇതുവരെ ഇതിനെതിരായിട്ട് രംഗത്ത് വന്നിട്ടില്ല. ഇനി അവസാനമായിട്ട് ഞാൻ പറയാം, പാട്ടുപാടിയ കുറ്റമാവുമോ അഭിലാഷേ? ഈ പാട്ടുപാടിയാൽ നമ്മൾക്കെതിരെ കേസെടുക്കുവോ? ഞാനെന്നാ പാടുകയാണ്, പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ട് ഞാനങ്ങ് പാടുകയാണ്. പോറ്റിയെ കേറ്റിയെ സ്വർണം കട്ടത് ആരപ്പ സഖാക്കളാണ് അയ്യപ്പ. ഈ പാട്ട് ഞാൻ പാടുകയാണ്. എനിക്കെതിരെ കേസെടുക്കണമെങ്കിൽ കേസെടുക്കട്ടെ. ധൈര്യമുണ്ടെങ്കിൽ പിണറായി വിജയന്റെ സർക്കാർ കേസെടുക്കട്ടെ. ഞാൻ ഈ പാട്ടങ്ങ് പാടുകയാണ്. ശരി, ഇനിയിപ്പോ പാട്ട് പാടിയവർക്കെതിരെ കേസുണ്ടോ എന്ന് അറിയാനുള്ളൂ. പാട്ട് എഴുതിയ ആൾക്കും പാട്ട് ആദ്യം കമ്പോസ് ചെയ്ത ആൾക്കുമെതിരെ കേസെടുത്തിരിക്കുന്നു. ബാക്കി ഇനിയും പാടുന്ന ആളുകൾക്കെതിരെ കേസെടുക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ഒർവീലിയൻ സ്റ്റേറ്റിലാണോ നമ്മൾ ജീവിക്കുന്നത്? അടുത്ത ദിവസങ്ങളിൽ അറിയാം പാട്ട് പാടി എല്ലാവർക്കും എതിരെ കേസെടുക്കുമെന്ന്. വളരെ നന്ദി. 4 പേർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.